വാട്ട് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ അവർ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ എന്താണ്? സോ ഇത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചോണത്. ഇതാണ് NCERT ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിലിംസ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത്ര ഡെപ്തിൽ പോയിട്ടുള്ള ചോദ്യങ്ങളല്ല. വേൾഡ് ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളെ ഏറ്റവും കുഴപ്പിച്ച, ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങളൊക്കെയായി വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇവർക്ക് ഒരു പാറ്റേൺ സ്ഥിരമായി പിടിക്കുന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ. കാരണം ചില മേഖലകൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞ നാഷണൽ വാട്ടർവേസ്, ദേശീയ ജലപാതകൾ സ്ഥിരമായി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ നോർത്തേൺ പ്ലെയിൻസ്, ഉത്തര മഹാസമതലത്തിന്റെ ഡിവിഷൻസ് ഉണ്ടല്ലോ, ടെറായി, ഭാബർ, ഭങ്കർ, അതൊക്കെ സ്ഥിരമായിട്ട് 5-6 തവണ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ കണ്ടു. കരേവാസ് എന്ന ഒരു കാശ്മീർ ഹിമാലയത്തിലെ കരേവാസ് എന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് 4-5 തവണ ചോദിച്ചു. ചില ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഹിമാലയവുമായി ബന്ധപ്പെട്ട് ഫോൾഡ് മൗണ്ടൈൻ കൺവേർജൻസ്, ആ ഒരു പോർഷൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്ലൈമറ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്ന മറ്റൊരു പോർഷനാണ് ക്ലൈമറ്റ്. ഇങ്ങനെ ഒരു 5-6 പാറ്റേൺ അല്ലെങ്കിൽ പാർട്ട് അവർ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കുന്ന മേഖലകളായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്ത്യൻ ജോഗ്രഫിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇന്ന മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാൻ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഹോട്ട് ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ അവിടുന്ന് കൃത്യമായിട്ട് കിട്ടും. സോ ഞാൻ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത ചോദ്യങ്ങൾ, അതായത് ഒരു ചോദ്യം തന്നെ പല രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചോദ്യം മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ, എല്ലാം എടുത്തിട്ടില്ല. ആ ഒരെണ്ണം എടുത്താൽ തന്നെ ബാക്കി ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങളും ഇവിടെ ഡിസ്കസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 10-30 ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ഹിമാലയത്തിന്റെ ഡിവിഷൻസ് ആണ് എന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് റിവേഴ്സ്. ഇത് നമ്മുടെ പുതിയ SCERT വെച്ചിട്ടുള്ള ഡിവിഷൻ അല്ല. പുതിയ SCERTക്കകത്ത് വേറൊരു ഡിവിഷൻ ഉണ്ട്. അതാണ് ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത്. പഴയ SCERTയിൽ മറ്റൊരു ഡിവിഷൻ. ഇത് പഴയ SCERTയും അല്ല. നമുക്ക് 2012-24 മുമ്പ് ഒരു SCERT ഉണ്ടായിരുന്നു. 2012 മുമ്പ് ഉണ്ടായിരുന്നു SCERT. അതിനകത്ത് ഉണ്ടായിരുന്നു ഇത്. അതുപോലെ NCERT ക്ലാസ് 9 ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ട്. NCERTയുടെ ക്ലാസ് 9 ഈ ഡിവിഷനെ പറ്റി പറയുന്നുണ്ട്. പുതിയ SCERTക്കകത്ത് ഇതല്ല ഡിവിഷൻ. പുതിയ SCERTക്കകത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. വെസ്റ്റേൺ ഹിമാലയ, അതേപോലെ തന്നെ മിഡിൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, ഇങ്ങനെയാണ് ഹിമാലയത്തിന്റെ ഡിവിഷൻ, നദികളുടെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ. വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുമ്പോൾ, പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോൾ സിന്ധു നദി മുതൽ കാളി നദി വരെ. മിഡിൽ ഹിമാലയം എന്ന് പറയുമ്പോൾ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഭാഗമാണ് മിഡിൽ ഹിമാലയം. നമ്മൾ നേപ്പാൾ ഹിമാലയം എന്നൊക്കെ വിളിക്കുന്നത് ഇതിനെയാണ്. ഇനി ഈസ്റ്റേൺ ഹിമാലയം ടീസ്റ്റ തൊട്ട് ബ്രഹ്മപുത്ര നദി വരെ. ആസാം ഹിമാലയം എന്നൊക്കെ വിളിക്കുന്നത് ഈസ്റ്റേൺ ഹിമാലയത്തെയാണ്. മിഡിൽ ഹിമാലയം നേപ്പാൾ ഹിമാലയം. വെസ്റ്റേൺ ഹിമാലയം വീണ്ടും കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും വീണ്ടും അതിനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ ന്യൂ SCERT പ്രകാരമുള്ള ഹിമാലയത്തിന്റെ റിവേഴ്സ് ബേസ്ഡ് ഡിവിഷൻ. എന്നാൽ ഈ ചോദ്യത്തിനകത്ത് ഇതല്ല. ഇത് 2022 ചോദിച്ചതാണ്. പുതിയ SCERTക്കകത്തെ ചോദ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ഞാൻ പറഞ്ഞ 9ാം ക്ലാസ്സിലെ, അതുപോലെ തന്നെ പഴയ ഓൾഡ് SCERT അതിലെയും കണ്ടന്റ് വെച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഡിവിഷൻസ് ഒന്ന് നോക്കിക്കേ, 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. പഞ്ചാബ് ഹിമാലയം, ഹുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം, ഇങ്ങനെയാണ് നമ്മുടെ ഓൾഡ് SCERTക്കകത്ത് ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇത് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം, ചോദിച്ചിട്ടുള്ളത് കൊണ്ട്. പുതിയ SCERTക്കകത്തുള്ള ഡിവിഷൻ പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് വേറെ പഠിക്കണം, ഇതും പഠിക്കണം. നോക്ക്, ഇങ്ങനെയാണ് ആ ഡിവിഷൻ കൊടുത്തിട്ടുള്ളത്. പഞ്ചാബ് ഹിമാലയം നോക്കിയേ, പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയ്ക്ക് ഉള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം. ഇത്രയും പോർഷൻ സിന്ധു നദിക്കും സത്ലജ് നദിക്കുള്ള ഇത്ര പോർഷനാണ് പഞ്ചാബ് ഹിമാലയം. സത്ലജിനും കാളിക്കും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനാണ് രണ്ടാമത്തെ പോർഷൻ. ഇതാണ് കുമയൂൺ ഹിമാലയം. ഇത് രണ്ടാമത്തത് കുമയൂൺ ഹിമാലയം. ഇത് പഞ്ചാബ് ഹിമാലയം. ഇനി കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് നേപ്പാൾ ഹിമാലയാസ്. നേപ്പാൾ ഹിമാലയാസിനകത്താണ് ആരൊക്കെ വരുന്നത്? സിക്കിമിന്റെ, ഡാർജിലിംഗിന്റെ ഒക്കെ കുറച്ച് പോർഷൻ ഇവിടെ വരുന്നുണ്ട് ഇന്ത്യയിൽ. ബാക്കി മൊത്തം നേപ്പാളാണ് രാജ്യം.
പിന്നെ വരുന്നത് ഫൈനലി ടീസ്റ്റ നദി തൊട്ട്, ഇത് ടീസ്റ്റ നദി തൊട്ട് ബ്രഹ്മപുത്ര നദി വരെയുള്ള ഇത്രയും പോർഷൻ, ഹിമാലയത്തിന്റെ ഇത്രയും പോർഷൻ, അതിന്റെ പേരാണ് ഇത് ആസാം ഹിമാലയം. ഇത് വെച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റുമോ നോക്കിയേ. പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയ്ക്ക്. അപ്പോൾ എനെ 2ലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ബിയും സിയും ഉണ്ട്. അപ്പം അടുത്തതും കൂടെ നമുക്ക് നോക്കാം. കുമയൂൺ ഹിമാലയം സത്ലജ് തൊട്ട് കാളി വരെ ബി 1ലേക്ക് കണക്ട് ചെയ്യണം. ബിയിലും സിയിലും ബി 1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അല്ല, ബിനെ 1ലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നേപ്പാൾ ഹിമാലയം സി ആണ്. ടീസ്റ്റ കാളി ടു ടീസ്റ്റ അപ്പൊ 4ലേക്ക് കണക്ട് ചെയ്യണം. യെസ്, 4. ഫൈനലി ആസാം ഹിമാലയം ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, അതിനെ 3ലേക്ക് കണക്ട് ചെയ്യണം. സോ കൃത്യമായിട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു ഇത് ഓൾഡ് NCERT വെച്ചിട്ടുള്ളതാണ്. പുതിയ SCERT വെച്ചിട്ടുള്ളത് വെസ്റ്റേൺ, മിഡിൽ, ഈസ്റ്റേൺ ഹിമാലയം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. റിവേഴ്സും വേറെയാണ്. സിന്ധു ടു കാളിയാണ് വെസ്റ്റേൺ ഹിമാലയം. സിന്ധു ടു കാളി, ഇൻഡസ് ടു കാളിയാണ് വെസ്റ്റേൺ ഹിമാലയം. കാളി ടു ഈസ്റ്റയാണ് സെൻട്രൽ ഹിമാലയം, മിഡിൽ ഹിമാലയം അല്ലെങ്കിൽ സെൻട്രൽ ഹിമാലയം. രണ്ടാമത്തെ മധ്യ ഹിമാലയം. മൂന്നാമത്തെ ടീസ്റ്റ ടു ബ്രഹ്മപുത്ര, അതാണ് ആസാം ഹിമാലയം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഓർക്കുന്നുണ്ടല്ലോ? കൃത്യമായിട്ട് പഠിച്ചോണം. ഇനി in which season the phenomenon of monsoon trough, an elongated pressure trough across Ganga basin up to the head of Bay of Bengal occur? ഏത് സീസണിലാണ് മൺസൂൺ ട്രഫ് രൂപം കൊള്ളുന്നത്? ഈ മൺസൂൺ ട്രഫ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവർ പറയുന്നുണ്ട്. ആൻ ഇലോങ്ങേറ്റഡ് പ്രഷർ ട്രഫ് അക്രോസ് ഗംഗ ബേസിൻ അപ് ടു ദ ഹെഡ് ഓഫ് ബേ ഓഫ് ബംഗാൾ. അപ്പൊ ഗംഗാ നദീതടം തൊട്ട് ബേ ഓഫ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ട്രഫാണ്, അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ട്രഫ് എന്ന് പറയുമ്പോൾ ഒരു ലോ പ്രഷർ റീജിയൻ ആണ് ഈ മൺസൂൺ ട്രഫ് എന്നറിയപ്പെടുന്നത്. ഇത് ഏത് സീസണിലാണ് രൂപം കൊള്ളുന്നത് എന്നാണ്. നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി കാണാവുന്ന വിധത്തിൽ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗം നോക്കുക. ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ് ഈ ലോ പ്രഷർ ITCZ. നിങ്ങൾ പറഞ്ഞ മൺസൂൺ ട്രഫ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഈ ലോ പ്രഷർ ITCZ ഇന്ത്യയിൽ ഗംഗാ ബേസിൻ തൊട്ട് ബ്രഹ്മപുത്ര, കണ്ടത് കണ്ടോ? ബേ ഓഫ് ബംഗാൾ, ബ്രഹ്മപുത്ര അല്ല, ബേ ഓഫ് ബംഗാൾ ആ റീജിയൻ വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇലോങ്ങേറ്റഡ് പ്രഷർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ഇന്ത്യയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഏത് മാസമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഓൾമോസ്റ്റ് ഒരു നമ്മുടെ മൺസൂണിന്റെ സമയം ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തോടനുബന്ധിച്ചാണ് ഈ പറഞ്ഞ ഈ ITCZ. ഇതിന്റെ പേരാണ് ITCZ. ഈ മൺസൂൺ ട്രഫിനെ നമുക്ക് ITCZ എന്ന് വിളിക്കാം. ഈ ITCZ നോർമലി എവിടെ കാണപ്പെടേണ്ടത്? ITCZ നോർമലി കാണപ്പെടേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇവിടെ നമ്മുടെ ഇക്വേറ്ററിലാണ് ITCZ നോർമലി കാണപ്പെടേണ്ടത്. നോർമലി സ്ഥിതി ചെയ്യുന്നത് അത് ഇക്വേറ്ററിനോട് ചേർന്നാണ് ITCZ നോർമലി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അതിന്റെ നോർത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. ഏത് സമയത്താണ് ITCZ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? മാർച്ച് മാസത്തിന് ശേഷം ITCZ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ജൂൺ ജൂലൈ മാസത്തോടെ അത് ഈ പറഞ്ഞ ഗംഗാ സമതലം മുതൽ ബേ ഓഫ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് ITCZ മാറും. ITCZ ഒരു ലോ പ്രഷർ സിസ്റ്റം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ബെൽറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് കാറ്റുകൾ ആകർഷിക്കപ്പെട്ടു വരും. നോക്കിക്കോ, ഇവിടെ കാറ്റുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. ITCZ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ITCZലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്ന ഈ കാറ്റുകൾ കണ്ടോ? ഇവർ എവിടുന്നാ വരുന്നത് നോക്കിക്കേ. ഇവർ സതേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. സതേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ്, അവരെ നമുക്ക് വിളിക്കാം സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കാം. ആ ട്രേഡ് വിൻഡാണ്, സതേൺ ഹെമിസ്ഫിയറിലുള്ള ഈ ട്രേഡ് വിൻഡാണ് ഇങ്ങനെ വളഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ വളഞ്ഞ് ഇന്ത്യയിലേക്ക് വരുന്നത്? ഇവർക്ക് നേരെ ഇങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നോ? ഇങ്ങോട്ടങ്ങ് പോയാൽ പോരായിരുന്നോ? ഈ വരുന്ന ദിശയിൽ ഇങ്ങനെ അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബെൻഡ് ഇതിന് വരുന്നത്? ഇപ്പം ഇതിന്റെ ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോകേണ്ടവരല്ലേ? ഇവരെന്തിനാണ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നത്? ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ഫോഴ്സ് ഇവരെന്ത് ചെയ്യും? വലതുവശത്തേക്ക്, എങ്ങോട്ടേക്കാ? വലത് ഭാഗത്തേക്ക് ഡിഫ്ലേറ്റ് ചെയ്യിപ്പിക്കും. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോറിയോളിസ് എഫക്റ്റ് കാരണം ഈ കാറ്റുകൾ എങ്ങോട്ട് ഡിഫ്ലേറ്റ് ചെയ്യും? വലത്തോട്ട് ഡിഫ്ലേറ്റ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ വലത്തോട്ട് ഡിഫ്ലേറ്റ് ചെയ്യും. അതായത് സതേൺ ഹെമിസ്ഫിയറിലുള്ള സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോൾ എന്തായി മാറി? മൺസൂൺ വിൻഡായി മാറി. എന്ത് മൺസൂൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആയി മാറി. എന്ത് വിൻഡായി മാറി? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറി. കണ്ടോ, അതാണ് നമ്മൾ ഈ കാണുന്ന കാറ്റ്. ഇതാണ് നമ്മൾ ഈ കാണുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്നറിയപ്പെടുന്നത്. കണ്ടോ,
ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡാണ് നമുക്ക് ഇന്ത്യയിൽ 4 മാസം, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള 4 മാസം കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതിക്ക് കാരണമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്. ഓക്കെ അല്ലേ? അപ്പം മനസ്സിലായില്ലേ? ITCZ എങ്ങോട്ട് മാറി? നോർമലി എവിടെ കാണപ്പെടേണ്ട ITCZ? ഇക്വേറ്ററിൽ കാണപ്പെടേണ്ട ITCZ മാർച്ചിന് ശേഷം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു ജൂൺ മാസത്തോടനുബന്ധിച്ച് അത് ഇന്ത്യയുടെ മധ്യഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഗംഗ പ്ലെയിൻസ്, നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗത്ത് വന്ന് അത് ലൊക്കേറ്റ് ചെയ്യുന്നു. അത് കാറ്റുകളെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ നമ്മുടെ മൺസൂൺ എന്നറിയപ്പെടുന്ന പ്രതിഭാസം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നു. നോക്കിക്കേ, മൊത്തം കണക്റ്റഡ് ആണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തുമാത്രം എങ്ങനെയൊക്കെ കണക്റ്റഡ് ആണെന്ന് നോക്കിക്കേ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുന്ന പോർഷനല്ല. കുറച്ച് സമയമെടുത്ത് പറയേണ്ട പോർഷനാണിത്. സോ അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ അങ്ങനെ തന്നെ തന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെ? ഏത് സീസണിലാണ് ഇത് ഈ പറഞ്ഞ പൊസിഷനിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിലാണ്. കൃത്യമായി സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണോടനുബന്ധിച്ചാണ് മൺസൂൺ ട്രഫ് അല്ലെങ്കിൽ മൺസൂൺ ട്രഫിനെ മാറിപ്പോകരുത് കേട്ടോ. മൺസൂൺ ട്രഫ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ITCZ തന്നെയാണ് അല്ലെ? ITCZ തന്നെയാണ് അല്ലെ? അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലോ പ്രഷർ ആ ഒരു സിസ്റ്റമാണ് ഈ മൺസൂൺ ട്രഫ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് എത്ര മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്നു? ഇന്ത്യയിൽ എത്ര മാസം കാണപ്പെടുന്ന പ്രതിഭാസമാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ? 4 മാസം, ജൂൺ ടു സെപ്റ്റംബർ. കേരളത്തിൽ എന്താ ഇതിനെ വിളിക്കുന്നത്? കാലവർഷം, കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീസൺ എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണാണ്. ആരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറിയത്? സദേൺ ഹെമിസ്ഫിയറിലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ്. സദേൺ ഹെമിസ്ഫിയറിലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് ആരായി മാറിയത്? സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറിയത്. എന്ത് ക്രോസ് ചെയ്തപ്പോ? ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോ അല്ലെ? ഇക്വേറ്റർ ക്രോസ് ചെയ്തപ്പോ അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറി. എന്തുകൊണ്ടാണ് അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത് ഇന്ത്യയിലേക്ക് വലത്തോട്ട് ചെരിഞ്ഞു വന്നത്? അതിന് കാരണമായിട്ടുള്ള ഫോഴ്സ് ഭൂമിയിലെ കോറിയോലിസ് ഫോഴ്സ് ആണ്. ഏത് ഫോഴ്സ് ആണ്? കോറിയോലിസ് ഫോഴ്സ് ആണ്. നമുക്ക് എത്ര കാര്യങ്ങൾ കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ കോഴ്സ് ഗിവൺ ബിലോ. ഭയങ്കര അടിപൊളി ചോദ്യമാണ്, സൂപ്പർ ചോദ്യമാണ്. മൗണ്ടൻ പാസസ് തന്നേക്കുന്നത്. സാധാരണ മൗണ്ടൻ പാസസ് നമ്മൾ കണക്ട് ചെയ്യുന്ന പ്ലേസ് വെച്ചാണ് പഠിക്കാറുള്ളത്. സോജില പാസ് ഞാൻ പറഞ്ഞുതരാം. എവിടെ നിന്ന് എങ്ങോട്ടാ? ശ്രീനഗർ ടു കാർഗിൽ. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ പഠിച്ചു വെക്കാറുള്ളത്? ശ്രീനഗർ ടു കാർഗിൽ. കോട്ടുല പാസ്, കാർഗിൽ ടു ലേ. ഖർദുംഗ്ല പാസ്, ലേ ടു നൂബ്ര വാലി അല്ലെങ്കിൽ സിയാച്ചിൻ. ബനിഹൽ പാസ്, ജമ്മു ടു ശ്രീനഗർ അല്ലെങ്കിൽ കാശ്മീർ വാലി. ജമ്മു ടു ശ്രീനഗർ അല്ലെങ്കിൽ കാശ്മീർ വാലി. ഇങ്ങനെയല്ലേ പഠിച്ചു വെക്കാറുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ആ പാസസ് സ്ഥിതി ചെയ്യുന്ന റേഞ്ചസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് എവിടെ നിന്ന് എടുത്തേക്കുന്നത്? NCERT +1 നിന്ന് എടുത്താണ് ഈ ചോദ്യം. NCERT +1 ടെക്സ്റ്റിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് ഈ പാസസ് കണക്ട് ചെയ്യുന്ന പ്ലേസസ് അല്ല പറഞ്ഞേക്കുന്നത്. ഈ പാസസ് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് തന്നെയാണ് പഠിപ്പിച്ചേക്കുന്നത്. സോജില പറഞ്ഞ നമുക്ക് നോക്കാം. ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് വെച്ചാൽ ഹിമാദ്രിയാണ്. ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് വെച്ചാൽ ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹിമാദ്രിയാണ്. പുതിയ SCERT ടെക്സ്റ്റ് പ്രകാരം 6100 മീറ്റർ ആണ് അതിന്റെ ആവറേജ് ഹൈറ്റ്. 25 കിലോമീറ്റർ ആണ് ഇതിന്റെ ആവറേജ് വിഡ്ത്ത്, വീതി ഹിമാദ്രിയുടെ. ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ് എന്നൊക്കെ വിളിക്കുന്നത് ഹിമാദ്രിനെയാണ്. സോ ഗ്രേറ്റർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാസ് ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഏതാണ്? ഗ്രേറ്റർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാസ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇതിനകത്തെ സോജില പാസ്സാണ് ഗ്രേറ്റർ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പീർ പാഞ്ചാൽ, വളരെ ഫേമസ് ആയിട്ടുള്ള പാസ്സാണ് പീർ പാഞ്ചാൽ. നോക്കിയോ, പീർ പാഞ്ചാൽ. പീർ പാഞ്ചാൽ പാസ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലെ രണ്ടാമത്തെ ഹിമാചൽ റേഞ്ച് ആണ്. ഹിമാചൽ റേഞ്ചിന്റെ റീജിയണൽ നെയിമാണ്. ജമ്മു കാശ്മീരിൽ ഏത് പീർ പാഞ്ചാൽ എന്നറിയപ്പെടുന്നു. ഹിമാചൽ റേഞ്ചിന്റെ റീജിയണൽ ആയിട്ടുള്ള ജമ്മു കാശ്മീരിലെ നെയിമാണ് പീർ പാഞ്ചാൽ. ജലം റിവർ ഒറിജിൻ ചെയ്യുന്നത് പീർ പാഞ്ചാൽ റേഞ്ചിലുള്ള വെരിനാഗ് എന്നറിയപ്പെടുന്ന ഗ്ലേഷ്യറിൽ നിന്നാണ്. ജലം റിവർ വളരെ ഫേമസ് ആണ് പീർ പാഞ്ചാൽ. പീർ പാഞ്ചാൽ മൗണ്ടൈൻ കട്ട് ചെയ്ത് മുറിച്ചാണ്, അതിന്റെ ക്രോസ് ആണ് നമ്മൾ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട റോഡ് ടണല്. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ഒരു ടണൽ, അതായത് ഒരെണ്ണം റോഡ് ടണലാണ്, ഒരെണ്ണം റെയിൽവേ ടണലാണ്. റോഡ് ടണൽ അത് രണ്ടും ലോങ്സ്റ്റ് ആണ് ഇന്ത്യയിലെ. ഒന്നാമത്തെ ചെനാനി നഷ്രി ടണൽ റോഡ് ടണലാണ്. ചെനാനി നഷ്രി ടണൽ റോഡ് ടണലാണ് ഇന്ത്യയിലെ ലോങ്സ്റ്റ് ടണലാണ് ഇന്ത്യയിലെ.
പീർ പാഞ്ചാൽ നിരക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനെ മുറിച്ച് തുരന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പീർ പാഞ്ചാൽ നിര തന്നെ നിരയിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലെ ലോങ്സ്റ്റ് റെയിൽവേ ടണൽ ബെനിഹൽ കാസിഗുണ്ട് റെയിൽവേ ടണൽ നിർമ്മിച്ചിട്ടുള്ളതും ഈ പീർ പാഞ്ചാൽ നിരക്ക് അക്രോസ് ആണ്. സോ അതെവിടെ വരുന്നു? അത് പീർ പാഞ്ചാൽ റേഞ്ച് അവിടെ തന്നെയാണ് ബെനിഹൽ പാസും ഉള്ളത്. ബെനിഹൽ പാസ് ഉള്ളതും അവിടെ തന്നെയാണ്. സോ ബി നമുക്ക് 4ലേക്ക് കണക്ട് ചെയ്യാം. സസ്കർ റേഞ്ചിൽ വരുന്നത് ഇതിനകത്ത് ഏത് പാസ്സാണ്? ഖർദുംഗല എന്തായാലും ലഡാക്ക് റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, അത് കണക്ട് ചെയ്യുന്നതാണ്. ഖർദുംഗല ലഡാക്ക് റേഞ്ചാണ്. സോ ഡി 3ലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ സസ്കർ റേഞ്ചിലുള്ളത് ഏത് പാസ്സാണ്? ഫോർട്ടുല പാസ്. സോ അങ്ങനെ കണക്ട് ചെയ്താൽ എനെ 2ലേക്കും ബിനെ 4ലേക്കും സിനെ 3ലേക്കും സിനെ 1ലേക്കും ഡിനെ 3ലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കിട്ടിയല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഗുഡ്. സോ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചോണത്. ഇതാണ് NCERT ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ട്. സം ഓഫ് ദി ഇമ്പോർട്ടന്റ് പാസസ് ഓഫ് ദ റീജിയൻ ആർ സോജില ഓൺ ദി ഗ്രേറ്റ് ഹിമാലയാസ് വെച്ചാൽ ഹിമാദ്രി മറക്കരുത് അല്ലേ? സോജില ഓൺ ദി ഗ്രേറ്റ് ഹിമാലയാസ്. അടുത്തത് ബെനിഹൽ ഓൺ ദ പീർ പാഞ്ചാൽ, ഫോർട്ടുല ഓൺ ദ സസ്കർ, ഖർദുംഗ്ല ഓൺ ദ ലഡാക്ക് റേഞ്ച്. കൃത്യമായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ NCERT ടെക്സ്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചേക്കുവാണ് കേട്ടോ. അങ്ങോട്ടും ഇല്ല പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് അതേപടി എടുത്തിട്ട് മാത്സ് ഫോളോയിങ് ഇട്ട് അവർ നല്ല അടിപൊളി ഒരു ചോദ്യം ഉണ്ടാക്കി. തെറ്റാണോ? ഓക്കെ, നെക്സ്റ്റ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പാസസ് നമ്മൾ പറഞ്ഞു. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പാസസ് അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. ഇനി ഇങ്ങനെ പോകുന്നതിന്റെ ഇവിടെ ഒരു കാശ്മീരിനകത്ത് തന്നെ വി ക്യാൻ ഫൈൻഡ് എന്താണ് ഇവിടെ ഒരു അതിർത്തി, ഒരു ബൗണ്ടറി നമുക്ക് കാണാം. കണ്ടോ? ഈ ബൗണ്ടറിയുടെ പേരാണ് LOC, ലൈൻ ഓഫ് കൺട്രോൾ. ഈ ലൈൻ ഓഫ് കൺട്രോളിന്റെ നോർത്തിലേക്കുള്ള ഈ ഒരു പോർഷനാണ് ഇവിടെ ഗിൽഗിത്ത് ബൾട്ടിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ പോർഷനാണ് POK, നമ്മൾ പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന ഭാഗം. ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നമ്മൾ വിളിക്കുന്നത് മൗണ്ട് K2 തന്നെയാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിലാണെങ്കിൽ തന്നെയും ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് വിളിക്കുന്നത് ഈ മൗണ്ട് K2നെയാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ചിലാണ്. ആ റേഞ്ചിന്റെ പേരാണ് ഇങ്ങനെ കടന്നു പോകുന്ന ഈ ഒരു മൗണ്ടൻ റേഞ്ചാണ് കാരക്കോറം. ഇനി ഇതാണ് നിങ്ങൾ നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യർ. ഈ പോർഷനാണ് കേട്ടോ. LOCക്ക് താഴെയായിട്ട് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്ത് നമുക്ക് ഒരു ഗ്ലേഷ്യർ കാണാം. ഉണ്ടോ? കാരക്കോറം റേഞ്ച് കടന്നു പോകുന്നു അതിലൂടെയും. അതായത് കാരക്കോറം റേഞ്ചിലാണ് ആ ഗ്ലേഷ്യറും ഉള്ളത് എന്ന് നമുക്ക് അനുമാനം അല്ലെ? അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഈ കാരക്കോറം റേഞ്ച് ഇന്ത്യക്ക് പുറത്ത് ടിബറ്റിലേക്ക് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് കൈലാഷ്. കേട്ടോ? അതിന്റെ പേരാണ് കൈലാഷ് റേഞ്ച്. കൈലാഷ് റേഞ്ചിന്റെ താഴ്വരയിൽ അതിന്റെ താഴെയായി നമുക്കൊരു തടാകം കാണാം. ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അതിന്റെ പേരാണ് മാനസ സരോവർ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒന്നോർത്ത് പഠിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ LOC പറഞ്ഞു, മൗണ്ട് K2 പറഞ്ഞു, സിയാച്ചിൻ പറഞ്ഞു. സിയാച്ചിൻ ഇന്ത്യയിലാണ്, ലഡാക്കിലാണ്. സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ ഏറ്റവും നോർത്തിലായിട്ട് നമുക്ക് ഇവിടെ ഇന്ദിരാ കോൾ കാണാം കേട്ടോ. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ദിരാ കോളാണ്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി പേഴ്സ് ഗിവൺ ബിലോ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഇത് തന്നിട്ടുള്ളവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേക്കുന്ന പേഴ്സ്? വീണ്ടും പാസസ് പറഞ്ഞു. ബെനിഹൽ ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ. ബെനിഹൽ എവിടെയാണ്? സ്ഥലം ആണ്. നേരത്തെ പീർ പാഞ്ചാല വരച്ചത്. ഇപ്പൊ സ്ഥലമാണ് ചോദിക്കുന്നത്. ജമ്മു കാശ്മീർ ആണോ അതോ ലഡാക്കിലാണോ? എവിടെയാ ബെനിഹൽ? ജമ്മു കാശ്മീരാണ്. നമ്മൾ കണ്ടല്ലോ. എവിടാണ് ബെനിഹൽ പാസ്? ഇത് ഇവിടെ നോക്കിക്കേ. ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു പാസ്സാണ് ബെനിഹൽ പാസ്. അതെവിടാ വരുന്നത്? ജമ്മു കാശ്മീരാ വരുന്നത്. അടുത്തത് ലിപ്പുലേക്ക് സിക്കിമിലാണോ? അല്ല. ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്സാണ് ലിപ്പുലേക്ക്. സോ അത് തെറ്റി. റോക്താങ് ഹിമാചൽ പ്രദേശിലാണോ? അതെ. എവിടെ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? റോക്താങ് കുളു വാലിനെ ഹിമാചൽ പ്രദേശിൽ തന്നെയുള്ള ലാഹുൽ സ്പിതി വാലിയിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്സാണ് റോക്താങ് പാസ്. ശരിയാണ്. ഷിപ്കില പാസ് അരുണാചൽ പ്രദേശിലാണോ? തെറ്റി. ഷിപ്കില പാസ് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില പാസ്. ഇതിനകത്ത് എത്ര എണ്ണം ശരിയാണ്? അപ്പൊ എത്ര പേര് ശരിയാണ്? ബെനിഹൽ ശരിയാണ്, റോക്താങ് ശരിയാണ്. ഓൺലി 2 പേഴ്സ്. വളരെ സിമ്പിൾ ആണ്. 2 എണ്ണം
ഏതാന്ന് പോലും കണ്ടുപിടിക്കേണ്ട, 2 ശരിയാണ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതിനകത്ത് എത്ര പേര് കറക്റ്റ് ആണ് എന്നാണ് ചോദിച്ചത്. 2 പേര് കറക്റ്റ് ആണ്, 2 പേര് തെറ്റിപ്പോയി. അപ്പോൾ പ്രധാനപ്പെട്ട പാസസ്, ബെനിഹിൽ പാസ് തെറ്റിപ്പോരുത്. ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്, ജമ്മു ടു കാശ്മീർ വാലി അല്ലെങ്കിൽ ശ്രീനഗർ. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ് സിക്കിം അല്ല, ഉത്തരാഖണ്ഡിലാണ് ലിപ്പുലേക്ക് വരുന്നത്. റോഹ്താങ് ഹിമാചൽ പ്രദേശിലെ കുളുവിനെ ലാഹുൽ വാലിയിലേക്ക്, രണ്ടും ഹിമാചൽ പ്രദേശ് തന്നെയാണ് വരുന്നത്, കുളുവും ലാഹുളും. ഷിപ്കില അരുണാചൽ പ്രദേശ് അല്ല, ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന പാസ്സാണ്, കണക്ട് ചെയ്യുന്ന പാസ്സാണ് ഷിപ്കില. സത്ലജ് നദി ഇന്ത്യയിലേക്ക് വരുന്നത് ഷിപ്കില പാസ് ത്രൂ ആണ്, അതിലൂടെയാണ്. സത്ലജ് നദി ഇന്ത്യയിലേക്ക് വരുന്നത് ഷിപ്കില പാസിലൂടെയാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 and select the correct answer using the codes given below the list. ധൂപ്ഘട്ട്, ഗുരുശിഖർ, ആനമുടി, ദോടപട്ട. അപ്പം പേരിൽ തന്നെ മനസ്സിലായി എന്താണ്, they are peaks, കൊടുമുടികളാണ്. അത് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ്. അത് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ്. അത് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഓപ്പോസിറ്റ് തന്നേക്കുന്നത്. അപ്പോൾ ധൂപ്ഘട്ട്, ഗുരുശിഖർ, ആനമുടി, ദോടബെട്ട അത് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഓപ്പോസിറ്റ് രണ്ടാമത്തെ ലിസ്റ്റിലുള്ളത്. നമുക്കിതിനെ കണക്ട് ചെയ്യാം. ധൂപ്ഗർഹ് എന്ന് എഴുതുമെങ്കിലും ധൂപ്ഘട്ടാണ്. ധൂപ്ഘട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ധൂപ്ഘട്ട് ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? സത്പുര റേഞ്ചസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഘട്ട്, സത്പുര റേഞ്ചസിലെ. ഗുരുശിഖർ ആരവല്ലി മൗണ്ടൻ റേഞ്ചിലാണ് ഗുരുശിഖർ ഉള്ളത്. ആരവല്ലി ഇന്ത്യയിലെ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ്. ആരവല്ലി മൗണ്ടൻ റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അതിന്റെ പുഷ്കർ വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ലൂണി റിവർ. ഇന്ത്യൻ ഡെസേർട്ട്, താർ ഡെസേർട്ടിനെ റെസ്റ്റ് ഓഫ് ദ പ്ലേസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ നിന്ന് വേർതിരിക്കുന്നത് ആരാണ്? ആരവല്ലിയാണ്. ഇനി ദോടപെട്ട എവിടാ? ദോടപെട്ട നീലഗിരിയിലാണ്. ആനമുടി പറയണമല്ലോ. ഇതിനകത്ത് തന്നേക്കുന്നതിനകത്ത് ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു? ആനമുടി ആനമല കുന്നുകളിലാണ്. അണ്ണാമലയല്ല, ആനമല കുന്നുകളിലാണ് ആനമുടി. പുതിയ SRTക്കകത്ത് ആനമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി എന്ന് എടുത്തു പറയുന്നുണ്ട്. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആനമല, ഏലമല, പളനി കുന്നുകളുടെ സംഗമ സ്ഥാനത്താണ് ആനമുടി എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുതിയ SRTക്കകത്ത് ആനമല കുന്നുകളിലാണ് ആനമുടി എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇനി ദോടപെട്ട, നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോടപെട്ട. പ്രത്യേകതയുണ്ട്, ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും കൂടിച്ചേർന്ന സ്ഥലമാണ് നീലഗിരി. ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും കൂടിച്ചേരുന്ന അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന മേഖലയാണ് ഏത്? നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോടപെട്ട. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കണക്ഷൻ വന്നേക്കുന്നതിനകത്ത് ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലേ. 1 ബിയിലേക്ക് കണക്ട് ചെയ്യുന്നു, ധൂപ്ഘട്ട് സത്പുര. 2 സിയിലേക്ക് കണക്ട് ചെയ്തു, ഗുരുശിഖർ ആരവല്ലി. 3 ആനമുടി ആനമലയിലേക്ക് കണക്ട് ചെയ്തു, 3 ഡി. 4 എ ദോടപെട്ട നീലഗിരിയിലേക്ക് കണക്ട് ചെയ്തു. ആനമുടി അറിയാമല്ലോ. ആനമുടിയുടെ പ്രത്യേകത, വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഏത്? ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്, ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്, നാഷണൽ പാർക്കിലാണ് ആനമുടി ഉള്ളത്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഹൈറ്റ്. ഹിമാലയം കഴിഞ്ഞാൽ ഹിമാലയത്തിലെ കുന്നുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീക്സ്, കൊടുമുടികൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ, പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ, ഉപദ്വീപ് പെനിൻസുലാർ ഇന്ത്യയിലെ അല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ, അവിടുത്തെ ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ എല്ലാം ഏത് തന്നെയാണ്? ആനമുടിയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മലയാളം കുറച്ച് കൊണ്ടുവന്നേക്കുന്നത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കിട്ടാഞ്ഞതുകൊണ്ടാണ് മലയാളം ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്തൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ടായിരുന്നു. നോക്കും, ചിനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ. ഇത് നദികളാണ് തന്നേക്കുന്നത്. പട്ടിക എയിൽ നദികളാണ് തന്നേക്കുന്നത്. 2 തന്നേക്കുന്നത് അത് ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് ഏകദേശം മനസ്സിലാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ പ്രദേശങ്ങളാണ്. ചിനാബ് ബാരാലാച്ച പാസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം ഈസി ആയിട്ട്. കാരണം ചിനാബിന്റെ ഉത്ഭവം ബാരാലാച്ച പാസ് ആണെന്ന് ക്ലാസ്സിൽ നിരവധി തവണ, 100 കണക്കിന് തവണ ഞാൻ പല ക്ലാസ്സിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിനാബ് ഉത്ഭവിക്കുന്നത് ബാരാലാച്ച പാസിൽ നിന്നാണ്, ഹിമാചൽ പ്രദേശിൽ. ചന്ദ്രഭാഗ എന്ന പേരിലൊക്കെ തുടങ്ങുന്നു. ഇൻഡസിന്റെ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ദുൽഹസ്തി, സലാൽ, ബഗ്ലിഹർ, റാറ്റിൽ തുടങ്ങിയ നമ്മുടെ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചിനാബ് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചമ്പലിനെ എങ്ങോട്ട് കണക്ട് ചെയ്യാം? ചമ്പല് ബാട്ട്ലാൻഡ് ടോപ്പോഗ്രഫി. ചമ്പൽ
ബാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫിക്ക് ഫേമസ് ആയിട്ടുള്ള റിവറാണ് ചമ്പൽ. മധ്യപ്രദേശിൽ അല്ലെങ്കിൽ മാൾവ പ്ലാറ്റ്യൂവിൽ നിഷ്ബല ഭൂപ്രദേശങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത് ചമ്പലാണ്. ചമ്പൽ റവീൻസ് എന്നറിയപ്പെടുന്ന ചമ്പൽ നദിയുടെ അപരദനം അല്ലെങ്കിൽ ചമ്പൽ നദിയുടെ ഇന്റൻസ് ആയിട്ടുള്ള ഇറോഷൻ ആ പ്രദേശത്തെ മൊത്തത്തിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട മേഖലയാക്കി മാറ്റി എന്ന് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. ചമ്പൽ നദിയുടെ തീവ്രമായിട്ടുള്ള അപരദനം ആ പ്രദേശം അല്ലെങ്കിൽ ചമ്പൽ റവീനുകളുടെ തീവ്രമായിട്ടുള്ള അപരദനം ആ പ്രദേശത്തെ ഉപയോഗശൂന്യമായ ഒരു പ്രദേശമാക്കി മാറ്റി. ബ്രഹ്മപുത്ര എന്തുമായിട്ട് കണക്ട് ചെയ്യുക? സാങ്പോ. ബ്രഹ്മപുത്രയുടെ പേരാണ് സാങ്പോ. ഇവിടെ ടിബറ്റിലുള്ള പേരാണ് സാങ്പോ. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ അല്ലെ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന, മാറിപ്പോകരുത്. ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ, മാറിപ്പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇത് ഗംഗയാണ്, പത്മ കേട്ടോ. ജമുന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. ഓക്കെ ആണോ? ഇനി ഫൈനലി നർമ്മദ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ദുവാന്തർ വെള്ളച്ചാട്ടം. നർമ്മദയിലുള്ള മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ജബൽപൂരിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. മാർബിൾ ഫോൾസ് എന്നും ഇതറിയപ്പെടുന്നു. എന്ത് ഫോൾസ് എന്നറിയപ്പെടുന്നു? മാർബിൾ ഫോൾസ്. ഏതാണ് റൈറ്റ് ആൻസർ? ചിനാബിനെ ബാരാലാച്ച പാസ്. എനെ 3ലേക്ക് കണക്ട് ചെയ്യണം. എനെ 3ലേക്ക്. യെസ്, വേറെ ഓപ്ഷൻ ഇല്ല. ബിനെ ചമ്പലിനെ 4ലേക്ക് കണക്ട് ചെയ്യണം. യെസ്. സി ബ്രഹ്മപുത്രനെ 1ലേക്ക് കണക്ട് ചെയ്യണം. C1. നർമ്മദനെ 4ന്, ഡിനെ 2ലേക്ക് കണക്കണം. D2. കറക്റ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്? ഉത്തരായന രേഖ എന്നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ നമ്മൾ വിളിക്കുന്നത്. ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഏതൊറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. സംസ്ഥാനങ്ങളെ മാറിപ്പോകത്തുള്ളൂ. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഞാൻ ഒരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ രാജാവും മധ്യപ്രദേശിലെ ചീഫ് ജസ്റ്റിസും കൂടി വെസ്റ്റ് ബംഗാളിൽ MT വാസുദേവൻ നായരുടെ സിനിമ കാണാൻ പോയി. ഇതാണ് കോഡ്. ഗുജറാത്തിലെ രാജാവും, അപ്പൊ സംസ്ഥാനം ഗുജറാത്ത്, രാജാവ് രാജസ്ഥാൻ, അവര് മധ്യപ്രദേശിൽ ചീഫ് ജസ്റ്റിസും. C ആരാണ്? അപ്പൊ ഛത്തീസ്ഗഡ്. J ആരാണ്? ജാർഖണ്ഡ്. അവരെവിടെ പോയത്? വെസ്റ്റ് ബംഗാളിലാണ് പോയത്. ആരുടെ സിനിമ കാണാൻ? MTയുടെ. അപ്പം മിസോറാം, MT, ത്രിപുര. കിട്ടിയില്ലേ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാനുണ്ട്, ത്രിപുരയുണ്ട്, മഹാരാഷ്ട്ര ഇല്ല. സോ 1, 2, 3 ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഓർക്കാൻ കോഡ് പഠിക്കാത്തവർക്ക് മാപ്പ് കണ്ട് പഠിക്കാം. കോഡ് പഠിക്കുന്നതിൽ നല്ലത് ഒരു മാപ്പ് വെച്ചിട്ട് കൃത്യം ചിത്രം കണ്ട് പഠിക്കുന്നത് തന്നെയാണ്. ചിലർക്കെങ്കിലും കോഡ് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ച് കോഡ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കോഡ് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. Which of the following statements about Indian rivers is not true? Following statements about Indian rivers is not true. ഒരെണ്ണം തെറ്റാണ്. The Chenab is the largest tributary of Indus. എന്താണ് ഡൗട്ട്? ശരിയാണ്. The Godavari is the largest peninsular river in India. ശരിയാണ്. ഗോദാവരി 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരി. ഹിമാലയത്തിലെ നദികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പെനിൻസുല റിവേഴ്സ് എടുത്താൽ അതിൽ ഏറ്റവും വലിയ റിവർ, ഏറ്റവും നീളം കൂടിയ റിവർ ഗോദാവരിയാണ്. ഗംഗ കഴിഞ്ഞാൽ, ഹിമാലയ റിവേഴ്സ് കൂടി പരിഗണിച്ചാൽ ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ നീളം കൂടിയ നദി ഗോദാവരിയാണ് കേട്ടോ. ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ നീളം കൂടിയ നദി ഗോദാവരിയാണ്. നാസിക്, മഹാരാഷ്ട്രയിൽ നാസിക് ത്രയംബകേശ്വർ എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് ബേഫ് ബംഗാളിലേക്ക്, ആന്ധ്രാപ്രദേശിൽ വെച്ച് ബേഫ് ബംഗാളിലേക്ക് ഇന്ന് പതിക്കുന്ന നദിയാണ് ഗോദാവരി. ക്ലിയർലേ? ഗോദാവരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ശബരി, പ്രാണഹിത, ഇന്ദ്രാവതി, പെൻഗംഗ, വെയിൻഗംഗ ഇതെല്ലാം ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഓക്കെ അല്ലേ? ഇനി ദ കൃഷ്ണ റൈസസ് ഇൻ ദ ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് ദ വെസ്റ്റേൺ ഘട്ട്. തെറ്റാണ്. അതാണ് തെറ്റായ പ്രസ്താവന. കാവേരിയാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്നത്. കൃഷ്ണ ഉത്ഭവിക്കുന്ന മഹാബലേശ്വർ ഹിൽസിലാണ്. മഹാബലേശ്വർ ഹിൽസ് മഹാരാഷ്ട്രയിലെ. അവിടുന്ന് ഒഴുകി ആന്ധ്രാപ്രദേശിൽ വെച്ച് ബേഫ് ബംഗാളിലേക്ക് പതിക്കുന്ന നദിയാണ് കൃഷ്ണ. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലെ കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. പഠിച്ചിട്ടുണ്ട്. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദിയാണ് ഭീമ, തുംഗഭദ്ര, കൊയ്ന, മൂസി തുടങ്ങിയ നദികൾ. ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതല്ല. ഇനി സർദാർ സരോവർ ഡാം ഹാസ് ബീൻ ബിൽറ്റ് ഓവർ ദ നർമ്മദ റിവർ ഇൻ ഗുജറാത്ത്. ശരിയാണ്. സർദാർ സരോവർ ഡാം ഒരു ലാർജസ്റ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്.
വൺ ഓഫ് ദ ലാർജസ്റ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് ഇന്ത്യയിലെ. നർമ്മദ റിവറിലാണ് സർദാർ സരോവർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അണക്കെട്ടിനെതിരെ നടന്ന പ്രക്ഷോഭം ലോക പ്രസിദ്ധമാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ ഈ അണക്കെട്ട് നിർമ്മാണത്തിനെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പരിസ്ഥിതി പ്രക്ഷോഭം നടക്കുകയുണ്ടായി. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അത് മാത്രമാണ് തെറ്റിയത്. ഇന്ത്യൻ റിവേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ തെറ്റിയത് ഓപ്ഷൻ സി മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following statements regarding the Great Plains of India is or are correct? ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുണ്ട് ഗ്രേറ്റ് പ്ലെയിൻസിനെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഗ്രേറ്റ് പ്ലെയിൻസ് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഡിവിഷൻ. ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഷിവാലിക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നു. തെറ്റാണ്. ഷിവാലിക് റേഞ്ചസിന്റെ സൗത്തിലായിട്ടാണ് നമുക്ക് ഗ്രേറ്റ് പ്ലെയിൻസ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് ഹിമാലയമാണെങ്കിൽ ഹിമാലയത്തിന്റെ മൂന്നാമത്തെ റേഞ്ച് ഷിവാലിക്കാണ്. ഷിവാലിക്കിന് സൗത്ത്, നോർത്തിലല്ല, സൗത്തിലാണ് ഇത് തുടങ്ങുന്നത്. ബാബറിലാണ് തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് സമതലത്തിന്റെ ആദ്യ ഭാഗം ബാബറാണല്ലോ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ അലൂവിയൻ ഡെപ്പോസിറ്റ് ക്യാരിഡ് ഔട്ട് ബൈ റിവേഴ്സ്. ശരിയാണ് അല്ലെ? നദികളുടെ എക്കൽ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരിയാണ്. ന്യൂവർ അലൂവിയൻ ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ഖാദർ. അതും ശരിയാണ്. ഓൾഡർ അലൂവിയൻ ഡെപ്പോസിറ്റ്സ് നമ്മൾ ഭംഗർ എന്ന് വിളിക്കുമ്പോൾ ന്യൂവർ അലൂവിയൻ ഡെപ്പോസിറ്റ്സിനെ ഖാദർ എന്ന് വിളിക്കാം. ദ ബാബർ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദ ടെറായ് ബെൽറ്റ്. നോക്കി, ഡയറക്ഷണൽ ഐഡിയ നമുക്ക് വേണേ. അവർ അത് വെച്ചിട്ടായി ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ടെറായ് ബെൽറ്റിന്റെ സൗത്തിലാണോ ബാബർ ഉള്ളത്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ടെറായ് ബെൽറ്റിന്റെ സൗത്തിലാണോ ബാബർ ഉള്ളത്? നോക്കാം നമുക്ക്. ഇത് ഷിവാലിക്കാണ്. ഷിവാലിക്കിന് സൗത്തിലായിട്ട് ബാബർ കാണപ്പെടുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ്. നദികൾ ഡിസപ്പിയർ ആവുന്ന മേഖല. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അതിന് സൗത്തിലായിട്ടാണ് ടെറായി വരുന്നത്. അപ്പൊ ഇത് വായിച്ച ഇനി ദ ബാബർ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ടെറായ് ബെൽറ്റ്. ബാബർ ഇത് ടെറായ് ബെൽറ്റ് ആണ്. ടെറായ് ബെൽറ്റിന്റെ നോർത്തിലല്ലേ? തെറ്റി. 1 തെറ്റി, 4 തെറ്റി, 2 ശരി, 3 ശരി. കണ്ടോ? ഇനി അതിന് താഴെയാണ് എന്ത് കാണപ്പെടുന്നത്? അലൂവിയൽ പ്ലെയിൻസ് കാണപ്പെടുന്നത്. അലൂവിയം ഡെപ്പോസിറ്റ് ചെയ്ത മേഖലയിൽ തന്നെ രണ്ടായി തരംതിരിക്കാം. ഓൾഡ് അലൂവിയം, ന്യൂവർ അലൂവിയം. ഓൾഡ് അലൂവിയമാണ് ഭംഗർ, ന്യൂ അലൂവിയമാണ് ഖാദർ. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 2, 3 മാത്രമാണ് കറക്റ്റ്. കൃത്യമായിട്ടുള്ള ഡെപ്പിക്ഷൻ ഈ ചിത്രത്തിലുണ്ട്. ഇത് ഹിമാലയത്തിന്റെ മൂന്നാമത്തെ റേഞ്ച് ഷിവാലിക്ക്, അതിന്റെ തെക്ക് വശത്തായിട്ട് അല്ലെങ്കിൽ സൗത്തിലായിട്ട് ബാബർ, ബാബറിന് സൗത്തിലായിട്ട് ടെറായ്, ടെറായിക്ക് സൗത്തിലായിട്ട് അലൂവിയൽ പ്ലെയിൻസ്. അതിൽ ഓൾഡർ അലൂവിയൽ പ്ലെയിൻസ് ഭംഗറും ന്യൂ അലൂവിയം പ്ലെയിൻസ് ഖാദറും. നെക്സ്റ്റ്. ദ വേൾഡ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഈസ് റീസെന്റ് ബീങ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ അബൌവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ചിനാബ്. ചിനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമാണ് ചിനാബ്. ജമ്മു കാശ്മീരിലാണ് ചിനാബ് പാലമുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. ബാക്കൽ, കൗരി എന്നീ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കൽ, കൗരി. ജമ്മു കാശ്മീരിൽ ബാക്കൽ, കൗരി എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചു. ജമ്മു ഉധംപൂർ ശ്രീനഗർ റെയിൽവേ ലൈനിൽ ഒരു കണക്ടിവിറ്റി നൽകാനായിട്ട് ചിനാബ് പാലത്തിന്റെ നിർമ്മാണത്തോടെ സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സാധിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ്. വിച്ച് മൗണ്ടൻ പാസ് ഇൻ സിക്കിം ലൊക്കേറ്റഡ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 4310 മീറ്റർ ഫോംസ് പാർട്ട് ഓഫ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് ദ ഏൻഷ്യന്റ് സിൽക്ക് റൂട്ട്. ഇതിനകത്ത് നമുക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഒന്ന് സിക്കിമിലെ ആണ് ചോദിച്ചേക്കുന്നത്, ഓൾഡ് സിൽക്ക് റൂട്ടിന്റെ ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് രണ്ടിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. റോഹ്താങ് പാസ് എന്തായാലും അല്ല, അത് ഹിമാചൽ പ്രദേശിലാണ്. ഷിപ്കില പാസം അല്ല, അതും ഹിമാചൽ പ്രദേശിലാണ്. പിന്നെ ജലപ്ല ഓർ നാഥുലയാണ്. അതിനകത്ത് ഇത് രണ്ടും സിക്കിമിലാണ്, ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ പഴയ പട്ടത്തുണി പാതയുടെ ഭാഗമായിട്ട് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ടുള്ളത് നാഥുല പാസ്സാണ്. സിക്കിമിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന നാഥുല പാസ്സാണ് ഓൾഡ് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ടുള്ള പാസ് എന്ന് പറയുന്നത്. അപ്പോൾ പാസസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പോർഷനാണ് ഇത് പാസസ് അല്ലെ. പാസസ് അത്ര ഇമ്പോർട്ടൻ്റ്. എത്ര ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ പാസസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പാസസ്. നെക്സ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അലൂവിയൽ സോയിൽ? അലൂവിയം, നോർത്തേൺ പ്ലെയിൻസ്, ഇതൊക്കെ അത്രയ്ക്ക് പ്രാധാന്യമുള്ള മേഖലയാണ്. ഇത് നോക്കുക. ദ അലൂവിയൽ സോയിൽസ് വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. ശരിയാണോ? മണലിന്റെ സ്വഭാവം തൊട്ട്
കളിമണ്ണിന്റെ സ്വഭാവം വരെയുള്ള എല്ലാ സവിശേഷതകളും കാണിക്കുന്ന മണ്ണാണ് അലൂവിയൽ സോയിൽ. അതെ, പുസ്തകത്തിൽ പ്ലസ് വൺ ടെക്സ്റ്റ് പ്ലസ് വൺ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കളിമണ്ണിന്റെ സ്വഭാവം തൊട്ട് മണലിന്റെ സ്വഭാവം വരെയുള്ള എല്ലാ മണ്ണിന്റെ സവിശേഷതകളും കാണിക്കുന്ന ഒരു മണ്ണാണ് അലൂവിയൽ സോയിൽ. അതായത് കളിമൺ സ്വഭാവമുള്ള അലൂവിയൽ സോയിൽ നമുക്ക് കാണാൻ സാധിക്കും, മണൽ സ്വഭാവമുള്ള അലൂവിയൽ സോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാദർ ഈസ് ദ ന്യൂവർ അലൂവിയം ആൻഡ് ഈസ് ഡെപ്പോസിറ്റഡ് ബൈ ഫ്ലഡ്സ് ആനുവലി. ശരിയാണ്, ന്യൂവർ അലൂവിയം. ഇത്ര നമുക്ക് കേട്ടാൽ മതി, ഉത്തരം ശരിയാണ്. ബങ്കർ റെപ്രസെന്റ്സ് ഓൾഡർ അലൂവിയം. ശരിയാണ്, അത്രയും മതി നമുക്ക്. ദേ ആർ ലോമി ആൻഡ് ക്ലേയി ഇൻ ദ ലോവർ ആൻഡ് ദ മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി. ഉണ്ടോ, അവര് കുറച്ച് ഒരു കളിമൺ സ്വഭാവം കാണിക്കുന്ന, ഉണ്ടോ, ക്ലേ സ്വഭാവമുള്ള ഒരു ലോമി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ ഒരു മണ്ണിന് എവിടെയുള്ളത്? ഗംഗാ സമതലത്തിലും ബ്രഹ്മപുത്ര സമതലത്തിലും ഒക്കെ ഉള്ളത്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. എല്ലാം ശരിയാണ്, ഒന്നും തെറ്റ് പറയാനില്ല, എല്ലാം ശരിയാണ്. ഏത് വിളകളുടെ കൃഷിക്കാണ് അലൂവിയൽ സോയിൽ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്? നെല്ല്, ഏറ്റവും പ്രധാനപ്പെട്ട റൈസ്, വീറ്റ്. ഇതിനെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? അലൂവിയൽ സോയിലാണ്. വീറ്റിനെ നമ്മൾ പറയാറുണ്ട് എന്താണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് പറയാറുണ്ട്, നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇതിന് നമ്മൾ പറയാറുണ്ട്, റൈസിന് പറയാറുണ്ട് അലൂവിയൽ സോയിൽ. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള സോയിൽ നമുക്ക് വേണ്ടത് റൈസിന്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഭക്ഷ്യവിളയാണല്ലോ റൈസ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളകളായിട്ടുള്ള റൈസ്, വീറ്റ് പോലെയുള്ള വിളകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മണ്ണാണ് ഇത്? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എക്കൽ മണ്ണാണോ? അല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണാണ്, പഠിച്ചിട്ടുണ്ട്, ചെങ്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എക്കൽ മണ്ണാണോ? അതെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? എക്കൽ മണ്ണാണ്, മറക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നോക്ക്, ദീ സോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്ലസ് 1 ആണെന്ന് പറഞ്ഞല്ലോ. ദീ സോയിൽസ് ആർ മോർ ലോമി. ഇതുണ്ടോ, പുസ്തകത്തിലുള്ള അതേ പോർഷൻ ചോദിച്ചേക്കുക. ആൻഡ് ക്ലേയി ഇൻ ദ ലോവർ ആൻഡ് ദ മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ഇൻ ദ ബ്രഹ്മപുത്ര വാലി. പുസ്തകത്തിലുള്ള അതേ പോയിന്റ് തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടേക്കുക. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. പുസ്തകത്തിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് അങ്ങോട്ടും ഇല്ല, വള്ളി ഉള്ളിൽ മാറ്റിച്ചിട്ടില്ല, അതേപടി ചോദിച്ചു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ സോയിൽ കോമൺലി ഫൗണ്ട് ഇൻ ദ ഹ്യൂമിഡ് ഏരിയാസ് വേർ ഹാവിംഗ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫോൾ വിത്ത് ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ പീരിയഡ്സ്. പ്ലസ് 1 ടെക്സ്റ്റ് കോപ്പി ചെയ്തേക്കുവാണ് സ്റ്റേറ്റ്മെന്റ്. ലാറ്ററൈറ്റ് സോയിലിന്റെ ഡെഫിനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, ലാറ്ററൈറ്റ് സോയിലിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. അത് അങ്ങനെ തന്നെ ചോദിച്ചേക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി തെറ്റിക്കാതെ ചോദിച്ചേക്കുക. അതായത് കൃത്യമായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ പീരീഡ്, മഴയുള്ള നനവുള്ള പീരീഡും വരൾച്ചയും മാറി മാറി വരുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന, നല്ല ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. ചെങ്കൽ മണ്ണാണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണല്ല, ചെങ്കൽ മണ്ണ്. റെഡ് സോയിലാണ് ചെമ്മണ്ണ്. ഇത് ചെങ്കൽ മണ്ണെന്ന് മലയാളത്തിൽ വിളിക്കും, ലാറ്ററൈറ്റ് സോയില്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് സോയില്. പഠിച്ചില്ലേ? നെക്സ്റ്റ്, ലാറ്ററൈറ്റ് സോയിൽ പുസ്തകത്തിലുള്ള അതേ പോയിന്റ് തന്നെ. ഇത് ലാറ്ററൈറ്റ് സോയിൽസ് ഡെവലപ്പ് ഇൻ ഏരിയാസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ. ഉണ്ടോ, ദീസ് ആർ ദ റിസൾട്ട് ഓഫ് ഇന്റൻസ് ലീച്ചിങ് ഡ്യൂ ടു ട്രോപ്പിക്കൽ റെയിൻസ്. ലീച്ചിങ് എന്ന പ്രതിഭാസം കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? ലാറ്ററൈറ്റ് സോയിൽ. എന്താണ് ലീച്ചിങ്? വിത്ത് റെയിൻ ലൈം ആൻഡ് സിലിക്ക ആർ ലീച്ച്ഡ് അവേ. മഴവെള്ളത്തിൽ ലാറ്ററൈറ്റ് സോയിൽ അടങ്ങിയിരിക്കുന്ന സിലിക്ക, അതുപോലെ തന്നെ ലൈമ് എന്നിവയുടെ അംശങ്ങൾ മണ്ണിൽ ലയിച്ച് മണ്ണിൽ നിന്ന് മാറ്റപ്പെട്ട്, അല്ലെ, മാറ്റപ്പെടുന്ന ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണിത് ലീച്ച്ഡ് അവേ, ലീച്ചിങ്. ആൻഡ് സോയിൽസ് റിച്ച് ഇൻ അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം കോമ്പൗണ്ട് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. ഉണ്ടോ, അപ്പോൾ ഈ ലീച്ചിങ് എന്ന പ്രവൃത്തി വഴി സിലിക്ക പോലെയുള്ള ലൈമിന്റെ, കാൽസ്യത്തിന്റെ ഒക്കെ അംശങ്ങൾ മണ്ണിൽ നിന്ന് മാറ്റപ്പെടുകയും അയൺ ഓക്സൈഡ്, അലൂമിനിയം കോമ്പൗണ്ട് ഒക്കെ അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഹ്യൂമസ് കണ്ടന്റ് ഓഫ് ദി സോയിൽ, ലാറ്ററൈറ്റ് സോയിലിൽ അടങ്ങിയിട്ടുള്ള ഹ്യൂമസ് കണ്ടന്റ് ഓഫ് ദി സോയിൽ ഈസ് റിമൂവ്ഡ് ഫാസ്റ്റ് ബൈ ബാക്ടീരിയ ദാറ്റ് ത്രൈവ്സ് വെൽ ഇൻ ഹൈ ടെമ്പറേച്ചർ. ഇതിനകത്തുള്ള ഹ്യൂമസ് കണ്ടന്റ് ഓഫ് ദി സോയിൽ ഈസ് റിമൂവ്ഡ് ഫാസ്റ്റ് ബൈ ബാക്ടീരിയ. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ഇതിനകത്ത് ഹ്യൂമസ് കണ്ടന്റിനെ വളരെ വേഗത്തിൽ തന്നെ റിമൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ. നെക്സ്റ്റ്, ദ ഫാക്ട്സ് മെൻഷൻ ബിലോ ആർ അബൌട്ട് എ പെനിൻസുലാർ റിവർ സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീ വ്യവസ്ഥയെ പറ്റിയാണ് താഴെ പ്രസ്താവനകൾ പ്രതിപാദിക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പം തന്നെ കിട്ടി, കൃഷ്ണയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ആയിരുന്നെങ്കിൽ ഗോദാവരിയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണയാണ്. ഇപ്പൊ ഇനി ബാക്കി പറയുന്ന കാര്യങ്ങൾ കൃഷ്ണയെ പറ്റിയാണോ നോക്കിയാൽ മതി. ഇറ്റ് റൈസസ് ഫ്രം എ സ്പ്രിംഗ് നിയർ മഹാബലേശ്വർ
ആൻഡ് ഈസ് 1400 കിലോമീറ്റർ ലോങ്. ശരിയാണ്. എന്താണ് ഡൗട്ട്? മേജർ ട്രിബ്യൂട്ടറീസ് ആർ ഭീമ ആൻഡ് തുംഗഭദ്ര. പഠിച്ചല്ലോ, കൃഷ്ണയുടെ 2 പ്രധാന ട്രിബ്യൂട്ടറീസ്. ഒഴുകുന്നത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ്. ഏതിനെ പറ്റിയാ? ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് കിട്ടി. ഏതാണ്? സെക്കൻഡ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഹിന്റ് കിട്ടി. ആരെ പറ്റിയാ പറയുന്നത് അല്ലെ? കൃഷ്ണയെ പറ്റി പറയുന്നുള്ള ഹിന്റ് കിട്ടി. കൃഷ്ണ റിവർ സിസ്റ്റത്തെ പറ്റിയാണ് ഈ 4 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 പോയിന്റ്സ് ഉദ്ദേശിക്കുന്നത് കൃഷ്ണ റിവറിനെ പറ്റിയാണ്. ടെക്സ്റ്റ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് എടുത്തേക്കുന്നത്. കൃഷ്ണ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ. റൈസസ് നിയർ മഹാബലേശ്വർ ഇൻ സഹ്യാദ്രി. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? സഹ്യാദ്രി. ഇതിന്റെ ടോട്ടൽ ലെങ്ത് പുസ്തകത്തിൽ 1401 എന്നാണ് പറഞ്ഞേക്കുന്നത്. 1400 കറക്റ്റ്. കൊയ്ന, തുംഗഭദ്ര, ഭീമ ഒക്കെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. ഒഴുകുന്നത് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. പുസ്തകത്തിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്ത് എന്താണ്? തെലങ്കാന മിസ്സിംഗ് ആണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അത് തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനെ പറ്റിയാണ്, ഏത് റിവറിനെ പറ്റിയാണെന്ന് മാത്രം ഇത് നമുക്ക് കണ്ടെത്തിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് മെൻഷൻഡ് ഇൻ ദ ഫാക്ട്സ് ലിസ്റ്റഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. പൊക്രാൻ എന്ന് കേട്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടി. ഇനി ബാക്കിയൊന്നും വായിക്കേണ്ട കാര്യമില്ല. സരിസ്ക ടൈഗർ റിസർവ് ആൾവാർ ഡിസ്ട്രിക്റ്റിലാണ്. സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ലാർജസ്റ്റ് കനാൽ ഇന്ത്യ, ഇന്ദിരാഗാന്ധി കനാല് വിച്ച് യൂട്ടിലൈസസ് വാട്ടർ ഓഫ് സത്ലജ് റിവർ ഈസ് ഇൻ ദി സ്റ്റേറ്റ്. ഏതാണ്? സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് പഠിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ ലാർജസ്റ്റ് കനാൽ ഇൻ ഇന്ത്യ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. അതിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാല്. സത്ലജ് റിവറിലെ ജലത്തെ വഴിതിരിച്ചു വിട്ട് താർ മരുഭൂമിയിലേക്ക് വഴിതിരിച്ചു വിട്ട് അവിടുത്തെ കുടിവെള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കനാലിലെ ജലത്തെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ എന്ന് ആണ് ഏതറിയപ്പെടുന്നത്? ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ അറിയപ്പെടുന്നത്. കേട്ടോ, ഉത്തരം കിട്ടിയില്ല. ഓപ്ഷൻ സി, രാജസ്ഥാൻ. നെക്സ്റ്റ്, അലഹബാദ് ഹാൽഡിയ സ്ട്രെച്ച് ഓഫ് ദ ഗംഗ ഗംഗ ഭഗീരഥി, ബ്രഹ്മപുത്രയല്ല, ഭഗീരഥി ഹൂഗ്ലി ഈസ്. എപ്പോഴും ചോദിക്കുന്നതാണ് നാഷണൽ വാട്ടർവേ. അലഹബാദ് ഹാൽഡിയ ഞാൻ കോഡൊക്കെ വെച്ച് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ വാട്ടർവേ 1 ഗംഗാ നദിയിലുള്ള നാഷണൽ വാട്ടർവേ ആണ്. വളരെ ബേസ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. അത്ര കാര്യമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അലഹബാദ് ഹാൽഡിയ നാഷണൽ വാട്ടർവേ 1 ആണ്. നാഷണൽ വാട്ടർവേ 2 സാദിയ ധൂബ്രിയാണ്. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറമാണ്. നാഷണൽ വാട്ടർവേ 4 കാക്കിനഡ പുതുച്ചേരിയാണ്. കാക്കിനഡ പുതുച്ചേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ വാട്ടർവേ 3 നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറിജിനലി എക്സ്റ്റെൻഡിങ് ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. കൊല്ലത്ത് നിന്ന് കോട്ടപ്പുറം വരെ നീളുന്ന നാഷണൽ വാട്ടർവേ 3 വാസ് എക്സ്റ്റെൻഡഡ് ടു വിച്ച് പ്ലേസ് ആസ് പെർ നാഷണൽ വാട്ടർവേ 2016. നാഷണൽ വാട്ടർവേ 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന, കോട്ടപ്പുറം ഇവിടെ മലപ്പുറത്താണ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന ദേശീയ ജലപാത എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ടാണ്. കോഴിക്കോട് വരെ. എവിടം വരെ? കോഴിക്കോട് വരെ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് നാഷണൽ വാട്ടർവേ 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയ 1620 കിലോമീറ്റർ സ്ട്രെച്ച്. NCERT ടെക്സ്റ്റിൽ അത്രയുമാണ് പറയുന്നത്. നാഷണൽ വാട്ടർവേ 2 891 കിലോമീറ്റർ. സാദിയ ധൂബ്രിയാണ് അതിന്റെ സ്ട്രെച്ച്. 891 കിലോമീറ്റർ സാദിയ ധൂബ്രി. നാഷണൽ വാട്ടർവേ 3 അത് 365 കിലോമീറ്റർ വരെ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത്ര ആക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുസ്തകത്തിൽ ഇപ്പോഴും കോട്ടപ്പുറം കൊല്ലം 205 കിലോമീറ്ററാണ് കിടക്കുന്നത്. NW4 ഇതും ഏകദേശം 2900 അടുത്ത് കിലോമീറ്റർ ഇതും നീളം കൂട്ടിയിട്ടുണ്ട്. ഗോദാവരി, കൃഷ്ണ നദികൾക്കിടയിലുള്ള കനാലുകളിലായിട്ടാണ് നാഷണൽ വാട്ടർവേ 4 ഉള്ളത്. കാക്കിനഡ പുതുച്ചേരിയാണ് കണക്ട് ചെയ്യുന്നത്. NW5 ബ്രാഹ്മണി, മാതായി, മഹാനദി നദികളുടെ ഡെൽറ്റ സ്ട്രെച്ചിലാണ് ഇതുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നതിനെ വിളിക്കുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ ബന്ധിപ്പിക്കുന്നത് താൽച്ചർ, ദാമ്ര. കേട്ടോ, താൽച്ചർ, ദാമ്ര. ഒഡീഷയിൽ താൽച്ചർ, ദാമ്ര എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ. അപ്പൊ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ്. ഇതൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. അളകനന്ദ, ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര്? രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, ഹരിദ്വാർ, അലഹബാദ്. കിട്ടിയോ? ആൻസർ കിട്ടി. ദേവപ്രയാഗാണ്. അളകനന്ദ, ഭഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗാണ്. ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഗംഗാ നദി ഉത്ഭവിക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നേ? ഭാഗീരഥി എന്ന് വിളിക്കുന്നു. ഈ ഭാഗീരഥി നദി ഇങ്ങനെ കടന്നു വരുന്ന ഭാഗത്താണ് ടെഹ്രി അണക്കെട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ടെഹ്രി അണക്കെട്ട്, ഉത്തരാഖണ്ഡിൽ. ഇനി കുറച്ചു മാറി
സാതോപാന്ത് ഹിമാനി അല്ലെങ്കിൽ അളകാപുരി എന്നൊരു ഹിമാനിയിൽ നിന്ന് അളകനന്ദ എന്നൊരു നദി വന്ന് ഈ ഭാഗീരഥി നദിയിലേക്ക് കൂടിച്ചേരുന്നു ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ച്. അവിടെ നിന്ന് നദി ഗംഗ എന്ന പേരിൽ ഇനി ഒഴുകുന്നു. ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് നദിക്ക് എന്ത് പേര് കിട്ടുന്നത്? ഗംഗ എന്ന പേര് ലഭിക്കുന്നത്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, ദേവപ്രയാഗ്. ആരൊക്കെ കൂടിച്ചേർന്നു? ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേർന്നു. ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേർന്നു. എവിടെ വെച്ച്? ദേവപ്രയാഗിൽ വെച്ച്. ക്ലിയർ അല്ലേ? ഗംഗാ നദീതീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള പട്ടണമാണ് ഹരിദ്വാർ. ഗംഗാ നദീതീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള പട്ടണമാണ് ഹരിദ്വാർ ഉത്തരാഖണ്ഡിൽ. അതുപോലെ തന്നെ അലഹബാദ് പഠിച്ചോണം. അലഹബാദ് ഗംഗാ തീരത്തുള്ള പട്ടണമാണ്. പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അലഹബാദിലെ മിർസാപൂർ എന്ന സ്ഥലത്തു കൂടെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്നത്. 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് മെറീഡിയൻ കടന്നു പോകുന്നത് മിർസാപൂരിലൂടെയാണ്. അലഹബാദിലാണ് മിർസാപൂര്. ഓക്കെ. ഇനി അലഹബാദിന്റെ പേരാണ് പുതിയ പേരാണ് പ്രയാഗ്രാജ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം, ത്രിവേണി സംഗമം ഇന്ന് എവിടെയാണ്? ഈ പ്രയാഗ്രാജിലാണ്. അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജിലാണ്. ഗംഗാ നദിയിലേക്ക് യമുനയും സരസ്വതിയും കൂടി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചിട്ടാണ്. പഴയ പേര് അലഹബാദ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെപ്പറേറ്റ്സ് മെയിൻലാൻഡ് ഓഫ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക? ഇന്ത്യൻ മെയിൻലാൻഡിനെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കോ, ഇങ്ങനെയാണ് ശ്രീലങ്ക ഉള്ളത് അല്ലെ. ഇന്ത്യൻ മെയിൻലാൻഡ് ഇതാണ്. ഇവിടം വരെ ഇന്ത്യൻ മെയിൻലാൻഡ്. ശ്രീലങ്കയെ വേർതിരിക്കുന്ന ഈ ഭാഗമാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു നോക്കി, ഇത് ഈ ഒരു കടലിലാണ്, ഇത്രയും ഭാഗത്തുള്ള കടലാണ്, ഇത്രയും ഭാഗത്തുള്ള ഗൾഫ്. ഇതൊരു ഗൾഫാണല്ലോ. ഇതിന്റെ പേരാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഇത് ബേ ഓഫ് ബംഗാൾ, ഈ ഭാഗം. അപ്പൊ ഈ ഗൾഫ് ഓഫ് മാന്നാറിൽ നിന്ന് ഈ ബേ ഓഫ് ബംഗാളിലേക്കുള്ള കണക്ഷൻ ഈ ചെറിയൊരു വിടവിലൂടെയല്ലേ, ഈ ചെറിയൊരു സ്ട്രേറ്റിലൂടെയല്ലേ. ഈ സ്ട്രേറ്റിന്റെ പേരാണ് പാക് സ്ട്രേറ്റ്. പാക് സ്ട്രേറ്റ്. അപ്പൊ മറന്നു പോരുത്, ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കും ഇടയ്ക്കുള്ള ഈ കടൽ, ആ ഗൾഫിന്റെ പേര് ഗൾഫ് ഓഫ് മാന്നാറും, ഗൾഫ് ഓഫ് മാന്നാറിനും ബേ ഓഫ് ബംഗാളിനും ഇടയ്ക്കുള്ള ചെറിയ സ്ട്രേറ്റ്, കടലിടുക്കിന്റെ പേര് പാക് സ്ട്രേറ്റും. കേട്ടോ, എന്താണ്? പാക് സ്ട്രേറ്റ്. മറന്നു പോരുത്, എന്താണ്? പാക് സ്ട്രേറ്റ്. ക്ലിയർ അല്ലേ? ഇവിടെ 10 ഡിഗ്രി ചാനൽ തന്നിട്ടുണ്ട്. എന്താണ് 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കിടയിലായി കാണപ്പെടുന്ന ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനും നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനും ഇടയ്ക്കുള്ള ആ ചെറിയ വിടവാണ്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിയാണ്, ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി. കേട്ടോ, ഇങ്ങനെ കടന്നു പോകുന്ന ബൗണ്ടറി, ഒരു ലാറ്റിറ്റ്യൂഡാണ് 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത്. റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യക്കും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയാണ് മക്മോഹൻ ലൈൻ. ഡ്യൂറന്റ് ലൈൻ ഉണ്ട്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ആണ് ഡ്യൂറന്റ് രേഖ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്? നല്ല ചോദ്യമാണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അക്രോസ് ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു, കേരള ആൻഡ് കർണാടക. നീലഗിരി ബയോസ്ഫിയർ റിസർവ് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം. ശരിയാണ്. മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് നീലഗിരി. സോ ഇവിടെ ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളത് റൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. നീലഗിരി ബയോസ്ഫിയർ റിസർവ് കുറച്ച് വളരെ എക്സ്റ്റൻഡഡ് ആണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഉള്ളിൽ വരുന്നതാണ്. മുതുമല നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോള നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക് തുടങ്ങിയവയെല്ലാം എവിടെ വരുന്നതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരുന്ന നാഷണൽ പാർക്കാണ് നീലഗിരി. നെയിം ഓഫ് ദ ബയോസ്ഫിയർ റിസർവ് ആൻഡ് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ അതൊന്നും നോക്കണ്ട. പാർട്ട് ഓഫ് വയനാട്, നാഗർഹോള, ബന്ദിപ്പൂര്, മുതുമല, നിലമ്പൂര്, സൈലന്റ് വാലി, ശിരുവാണി ഹിൽസ്. ഇതെല്ലാം എവിടെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്രയും സാധനങ്ങൾ പഠിച്ചോണം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട്, ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഉള്ളിൽ വരുന്നതാണ്? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട്, മുതുമല നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട്. എവിടെ, ഏത് ബയോസ്ഫിയർ റിസർവിന്റെ കീഴിൽ വരുന്നതാണ്, ഉള്ളിൽ വരുന്നതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വീണ്ടും ഒരു ലിസ്റ്റ് 1, ലിസ്റ്റ് 2, മാച്ച് ദി ഫോളോയിങ്. ഇതിനകത്തുനിന്ന് അറിയാവുന്ന നമുക്ക് കണക്ട് ചെയ്യാവേ. കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നത് ഏത് പ്രദേശത്തെയാ? ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകൾ കാണപ്പെടുന്നത് മുംബൈയിലാണ്.
അല്ലെ? കോട്ടണോപോളിസ്, കോട്ടൺ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു, മറക്കരുത്. യൂണിവേഴ്സൽ ഫൈബർ. സിൽവർ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ജൂട്ടാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? കോട്ടൺ ആണ്. കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത് മുംബൈയാണ്. സോ 3നെ എയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? 3നെ എയിലേക്ക് കണക്ട് ചെയ്യുന്ന ഉണ്ട്. എ ഉണ്ട്, പിന്നെ ഡി ഉണ്ട്. അപ്പം അതുപോരാ, വേറെ ഒരെണ്ണം കൂടെ നമുക്കറിയണം. അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ, വെസ്റ്റ് ബംഗാളാണ്. 4നെ ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ? 4നെ ബിയിലേക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എ കട്ട് ചെയ്യാം. 4നെ ബിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഡി മാത്രമേ ഉള്ളൂ. ആ 2 അറിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാമായിരുന്നു. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, അല്ലേ? ഈ ബാക്കിയുള്ളത് സിർക്കോണിയം, കേരള തീരത്ത് നിന്ന് ലഭിക്കുന്ന ധാതുവാണ് സിർക്കോണിയം. ഇനി മിനറൽ ഹാർട്ട് ലാൻഡ് ഓഫ് ഇന്ത്യ, ഇത് ആർക്കും അറിയാൻ പാടില്ലാത്ത, ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂര്. ഇന്ത്യയുടെ ധാതു ഹൃദയ ഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ. ഇതൊക്കെയാണ് ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഇനി ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈവേ ടണൽ അടൽ ടണൽ ഈസ് ലൊക്കേറ്റഡ്? നമുക്ക് ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡ് ടണല്, ഹൈവേ ടണല് അടൽ ടണൽ എന്നാണ് ഇവർ പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഹൈവേ ടണൽ അടൽ ടണൽ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള ടണൽ അടൽ ടണലാണ്. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ടണൽ, PSCയുടെ തന്നെ ഉത്തരം വന്നിട്ടുണ്ട് പലപ്പോഴും. ശരിയായിട്ടുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഏതാണ്? ചെനാനി നഴ്സറി ടണലാണ്. ചെനാനി നഴ്സറി ടണൽ, ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നൊക്കെ വിളിക്കുന്ന ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ടണൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലേന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ടണൽ അത് അടൽ ടണലാണ് കേട്ടോ. ഇവിടെ നമുക്ക് അടൽ ടണൽ ഇവർ തന്നേക്കുന്നത് വേൾഡ് ലോങ്സ്റ്റ് ടണൽ എന്നാണ്. പക്ഷെ ശരിക്കും അതിന്റെ ഉത്തരം എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയൊന്നും നമുക്ക് വിഷയമല്ല. എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ഹിമാചൽ പ്രദേശ്. മനസ്സിലായി? അത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ടണലുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണൽ ചെനാനി നഴ്സറി ടണലാണ്. ശ്രീനഗറിനെ ജമ്മുവായിട്ട് ബന്ധിപ്പിക്കുന്ന ഏകദേശം 9.2 കിലോമീറ്റർ നീളമുണ്ട്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും പട്നി ടോപ്പ് ടണൽ എന്നും ഇതറിയപ്പെടുന്നു. NH44 ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ്. NH44 കന്യാകുമാരി ശ്രീനഗർ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് NH44, ഇന്ത്യയിലെ ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ. ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ റോഡ് ടണലാണ് അടൽ ടണൽ. വ്യത്യാസം കണ്ടോ? 9.02 കിലോമീറ്റർ ആണ് അടൽ ടണൽ. എന്നാൽ 10,000 അടിക്ക് മുകളിലുള്ളതിൽ വെച്ച് ലോകത്തിലെ, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള ടണൽ അടൽ ടണലാണ്. ഇത് 10,000 മീറ്ററിന് താഴെയാണ് ചെനാനി നഴ്സറി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പഴയ പേര്, അടൽ ടണലിന്റെ പഴയ പേര് റോഹ്താങ് ടണൽ. റോഹ്താങ് ചുരത്തിന് കീഴിലാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ അടൽ ടണലാണ്. അടൽ ടണൽ മണാലി താഴ്വര, ലാഹുൽ സ്പിതി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ ടണൽ കടന്നു പോകുന്ന ദേശീയപാത NH3 ആണ്. ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയപാതയിലാണ്? NH3യിലാണ്, NH3യിലാണ്. നെക്സ്റ്റ്, പാർട്ട്ലാൻഡ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്. പാർട്ട്ലാൻഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പീഠഭൂമികൾ എന്നാണ്. പീഠഭൂമികൾ ഏത് റീജിയന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? പാർട്ട്ലാൻഡ്സ്. പേര് തന്നെ ഉണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ റീജിയന്റെ പ്രത്യേകതയാണ് പീഠഭൂമി, പാർട്ട്ലാൻഡ്സ്. ഒരു വലിയ പീഠഭൂമിയോട് ചേർന്ന് നിരവധി ഉപപീഠഭൂമികൾ കാണപ്പെടുന്നതായിട്ടുള്ള വലിയ പീഠഭൂമി സ്ട്രക്ചറിനെയാണ് നമ്മൾ പാറ്റ് ലാൻഡ്. പാറ്റ് എന്ന് വെച്ചാൽ പീഠഭൂമി, ഉയർന്ന പ്രദേശം. ടേബിൾ ലാൻഡ്, പ്ലാറ്റു എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് പാറ്റ് ലാൻഡ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പേര് തന്നെ അങ്ങനെയല്ലേ, പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ മിനറൽ ഹൗസ്, ധാതു നിക്ഷേപ കലവറ എന്ന് വിളിക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിനെയാണ്. മറന്നു പോകരുത്. കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് ഓഫ് കർണാടക ആർ നോൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽസ്? കോപ്പർ, മാംഗനീസ്, അയൺ ഓർ ബോക്സൈറ്റ്. പുസ്തകത്തിൽ നിന്ന് എടുത്താണ്, +1 ടെക്സ്റ്റിൽ നിന്ന് എടുത്താണ്. കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് എന്തിന് ഫേമസ് ആണ്? അയൺ ഓറിന് ഫേമസ് ആണ്. പുസ്തകത്തിൽ ഇറ്റ് ഈസ് ആൻ അയൺ ഓർ ബെൽറ്റ് ഇൻ കർണാടക. കുദ്രേമുഖ് എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു അയൺ ഓർ ബെൽറ്റ് ആണ്. ഇതാണ് ചോദ്യം, അല്ലെ? അയൺ ഓറിന് ഫേമസ് ആണ്. +1 നിന്ന് എടുത്താണ്. ഇപ്പം ദ ബാബ ബുദൻ ഹിൽസ് ഓഫ് കുദ്രേമുഖ് മൈൻസ്. ബാബ ബുദൻ ഹിൽസ് അറിയായിരിക്കും നിങ്ങൾക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി ചെയ്തു തുടങ്ങുന്നത് ബാബ ബുദൻ കുന്നുകളിലാണ്. കാപ്പി ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നത്. ദ ബാബ ബുദൻ ഹിൽസ് ഓഫ് കുദ്രേമുഖ് മൈൻസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കർണാടക ആർ 100% എക്സ്പോർട്ട് യൂണിറ്റ്. അത്രയ്ക്കും എക്സ്പോർട്ട് യൂണിറ്റ് ഒരു പ്രാധാന്യമുള്ള, എക്സ്പോർട്ട് പ്രാധാന്യമുള്ള മൈൻസ് ആണ് കുദ്രേമുഖ് മൈൻസ്.
ഈ കുദ്രമുഖ് ഡെപ്പോസിറ്റ്സ് ആർ നോൺ ടു ബി വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ്, അയൺ മൈൻ ആണ് കുദ്രമുഖ്. ദ ഓർ ഈസ് ട്രാൻസ്പോർട്ടഡ് ആ സ്ലറി ത്രൂ എ പൈപ്പ് ലൈൻ ടു പോർട്ട് നിയർ മാംഗ്ലൂർ. അപ്പൊ ഇവിടുന്ന് ഖനനം ചെയ്യുന്ന അയൺ ഓർ ഒരു സ്ലറി ആയിട്ട് ഒരു പൈപ്പ് ലൈനിലൂടെ എങ്ങോട്ടേക്ക് മാംഗ്ലൂർ പോർട്ടിലേക്ക് അയക്കുന്നു, മംഗലാപുരത്തേക്ക് അയക്കുന്നു. ക്ലിയർ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ദി ഇയർ. ബാംഗ്ലൂർ ആണ് ആസ്ഥാനം. ISROയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചേക്കുന്നത് ബാംഗ്ലൂർ ആണ് ആസ്ഥാനം. ഏത് വർഷം സ്ഥാപിക്കപ്പെട്ടു? 1969. ISRO കേട്ടോ, 1969. മറന്നു പോകരുത്. അന്തരീക്ഷ് ഭവൻ എന്നാണ് ഹെഡ്ക്വാർട്ടേഴ്സ് നെയിം. ഇത് അത്ര ക്ലിയർ ആയിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ, എന്നാലും നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ഞാൻ വായിക്കാം. വിച്ച് കണ്ടീഷൻ, ടെമ്പറേച്ചർ, റെയിൻഫോൾ, സോയിൽ ടൈപ്പ് എമംഗ് ദ ഫോളോയിങ് ഈസ് ബെറ്റർ ഫോർ വീറ്റ് കൾട്ടിവേഷൻ? അപ്പോൾ ടെമ്പറേച്ചർ നോക്കണം, റെയിൻഫോൾ നോക്കണം, സോയിൽ ടൈപ്പ്. ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില, മഴ, മണ്ണ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ടെമ്പറേച്ചർ ഏകദേശം 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം വിത്ത് വിതയ്ക്കുന്ന കാലത്ത്. 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം കൊയ്യുന്ന കാലത്ത്, ഹാർവസ്റ്റിംഗ് ടൈം. 75 മുതൽ 100 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ ഉണ്ടായിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ നനവുള്ള, ക്ലേ ആയിട്ടുള്ള, ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ വേണം, എക്കൽ മണ്ണ് വേണം. റൈറ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗോതമ്പ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നു. ഗോതമ്പ് ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യമായ ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഇനി അടുത്ത ബേസിൻ കൺട്രീസ് ഓഫ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിന്റെ ബേസിൻ കൺട്രീസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാൾ ഏതൊക്കെയാ? ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ടോ? നേപ്പാൾ ഇല്ല, അപ്പൊ അതുകൊണ്ട് അതില്ല. പിന്നെ ഏതാ വരുന്നത്? മലേഷ്യ വരുന്നുണ്ടോ? മലേഷ്യ ഇല്ല, അപ്പൊ ഇത് തെറ്റ്. ഭൂട്ടാൻ വരുന്നുണ്ടോ? ഇല്ല, ലാൻഡ് ലോക്ഡ് അല്ലേ. പിന്നെ ഏതാ? സി മാത്രം. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ശ്രീലങ്ക. ഇത്ര രാജ്യങ്ങളാണ് ബേ ഓഫ് ബംഗാളിന്റെ ബേസിൻ കൺട്രീസ് എന്നറിയപ്പെടുന്നത്. ബേ ഓഫ് ബംഗാൾ നമുക്ക് നോക്കാം ഏതൊക്കെ വരുന്നുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമർ, പിന്നെ ഏത് വരുന്നുണ്ട്? ഇന്തോനേഷ്യ. ഇവിടെ താഴെ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ കേട്ടോ, ഇന്തോനേഷ്യ. പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അതിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ശ്രീലങ്ക. യെസ്, അവിടെ ബംഗ്ലാദേശ് ഇതിന്റെ ഇവിടെ, അതും കൂടെ പറയണമല്ലോ, ബംഗ്ലാദേശ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? വീണ്ടും മാച്ച് ദി ഫോളോയിങ്. നറോറ, റാവത്ത് ഭട്ട, താരാപൂര്, കൈഗ. താരാപൂര് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മഹാരാഷ്ട്രയിലെ. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. കൈഗ കർണാടകയാണ്. ഇവരെന്താണെന്ന് മനസ്സിലായോ? ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. റാവത്ത് ഭട്ട രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ, റാപ്സ് എന്നറിയപ്പെടുന്നു, മധ്യപ്രദേശ് അല്ല, തെറ്റി. നറോറ ഉത്തർപ്രദേശാണ്. നറോറ 1, 3, 4 കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 1, 3, 4. റാവത്ത് ഭട്ട മാറിപ്പോയി, അതെവിടെയാണ്? രാജസ്ഥാനാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ അത്ര ക്ലാരിറ്റി ഇല്ലാഞ്ഞതുകൊണ്ടാണ് മലയാളം എടുത്തത്. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. കറക്റ്റ്, വെരി വെരി കറക്റ്റ്. മൺസൂൺ ക്രോപ്സ്, വിന്റർ ക്രോപ്സ് എന്ന് വിളിക്കുന്നത് റാബി ക്രോപ്സിനെയാണ്. ഗോതമ്പ്, പുകയില, കടുക് ഇതെല്ലാം റാബി വിളകളാണ്. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലമാണ് സെയ്ദ്. ശരിയാണോ? റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന മറ്റൊരു സീസണാണ്, അഗ്രികൾച്ചറൽ സീസണാണ് സെയ്ദ്. ആണ്, ശരിയാണ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. ഖാരിഫ് സീസൺ നെല്ല് അല്ലേ, റൈസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഖാരിഫ് ക്രോപ്പാണ്. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും. അതെ, ഖാരിഫ് ക്രോപ്സ് നമ്മൾ മൺസൂൺ ക്രോപ്സ് എന്ന് വിളിക്കുന്നത് തന്നെ, അതിനെ മൺസൂൺ ക്രോപ്സ് എന്ന് വിളിക്കുന്നത് തന്നെ കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ശൈത്യകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ, റാബി നമ്മൾ വിന്റർ ക്രോപ്സ് എന്ന് വിളിക്കുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങളൊക്കെ റാബി ക്രോപ്സ് ആണ്. ഇനി നെല്ല്, പരുത്തി, ചണം, കരിമ്പ് എല്ലാം എന്താണ്? ഖാരിഫ് ക്രോപ്സ് ആണ്. അത് മൺസൂൺ ക്രോപ്സ് എന്ന് അവരെ വിളിക്കുന്നു. മൺസൂൺ ക്രോപ്സ് എന്ന് വിളിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് ഒത്തുപോകുന്നു അതിന്റെ വളർച്ച എല്ലാം. നോക്കി, ഖാരിഫ് ജൂൺ ടു സെപ്റ്റംബർ ആണ്.
റൈസ്, കോട്ടൺ, ബജ്ര, മെയ്സ്, ജോവർ, തുർ ഇതെല്ലാം ഖാരിഫിൽ പെടുന്നതാണ്. റാബിയിൽ നിങ്ങൾ സദേൺ സ്റ്റേറ്റ്സിൽ നോക്കേണ്ട. സദേൺ സ്റ്റേറ്റ്സിൽ നമുക്കങ്ങനെ കൃത്യമായ സീസണിൽ ഇന്ന വിള എന്നില്ല, ഓവർലാപ്പിംഗ് സംഭവിക്കാറുണ്ട്. നോർത്ത് മാത്രം നോക്കിയാൽ മതി. റാബി ഏകദേശം ഒക്ടോബർ മാർച്ച് ഇതുണ്ടോ ഖാരിഫ് സീസൺ എന്ന് പറയുമ്പോൾ അത് മൺസൂണുമായിട്ട് കൃത്യമായിട്ട് ഒത്തുപോകുന്നത് ഖാരിഫാണ്. മൺസൂൺ റാബി നോക്കി ഒക്ടോബർ ടു മാർച്ച് ആണ്. ഏകദേശം ഒക്ടോബർ കഴിയുമ്പോൾ തന്നെ തണുപ്പ് കാലം വരുന്നു. നവംബറോടൊക്കെ തണുപ്പ് കാലമായി. അതായത് അത് വിന്റർ സീസൺ, വിന്റർ ക്രോപ്പാണ് റാബി. വീറ്റ്, ഗ്രാം, റാപ്സീഡ്സ്, മസ്റ്റാർഡ്, ബാർലി എല്ലാം റാബിയാണ്. ഇനി സെയ്ദ് ഏപ്രിൽ ടു ജൂൺ ആണ് ഉഷ്ണകാലത്ത്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോഡർ കേട്ടോ, ഇത്രയുമാണ് സെയ്ദിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ അവർ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ എന്താണ്? അതായത് ഭൂപടങ്ങൾ വരയ്ക്കുന്ന രീതിയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊജക്ഷൻ, മാപ്പ് പ്രൊജക്ഷൻ പ്രധാനമായിട്ടും 3 പ്രൊജക്ഷനാണ് വരുന്നത്. സിലിണ്ടറിക്കൽ, കോണിക്കൽ, അസിമുത്തൽ. ഇങ്ങനെ 3 പ്രൊജക്ഷൻസ് പ്രധാനമായിട്ടും വരുന്നത്. ഇന്ത്യയിലെ ഭൂപട നിർമ്മാണത്തിന് സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിച്ചിരുന്നത് ഏത് പ്രൊജക്ഷൻ ആണ് എന്നാണ് ചോദ്യം. ലാംബേർട്ട് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ, മെർക്കാറ്റർ പ്രൊജക്ഷൻ, പോളികോണിക്, അസിമുത്തൽ, ഇക്വിഡിസ്റ്റൻസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പോളികോണിക് പ്രൊജക്ഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നോക്കിക്കോണം. 2005 നാഷണൽ മാപ്പ് പോളിസിക്ക് ശേഷം നമ്മുടെ ഫോർ അവർ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് ന്യൂ പോളിസീസ് ഹാവ് ബീൻ ഫ്രെയിംഡ് ദാറ്റ് ട്രാൻസ്ഫോംഡ് അവർ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് ഫ്രോം പോളികോണിക് ടു UTM പ്രൊജക്ഷൻ. ഓപ്ഷനകത്ത് UTM ഇല്ലായിരുന്നു. മെർക്കാറ്റർ ഉണ്ട്, പക്ഷേ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ ആണ് UTM എന്ന് വെച്ചാൽ. അത് ഓപ്ഷനിൽ ഇല്ലായിരുന്നു. യൂണിവേഴ്സൽ ഇവർ പഴയ നാഷണൽ മാപ്പ് പോളിസിക്ക് മുമ്പുള്ളതാണ് ചോദിച്ചേക്കുന്നത്. യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ, അതാണ് UTM പ്രൊജക്ഷൻ. നമ്മൾ പോളികോണിക്കിൽ നിന്ന് എങ്ങോട്ട് മാറി? UTM പ്രൊജക്ഷനിലേക്ക് മാറി 2005 നാഷണൽ മാപ്പ് പോളിസി വന്നതിന് ശേഷം. പക്ഷെ അത് പുസ്തകത്തിൽ അത് ഓപ്ഷനകത്ത് ഇല്ല. UTM ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോളികോണിക് ഉത്തരം എഴുതി. ഇനി അത് മാത്രമല്ല, എവറസ്റ്റിൽ നിന്ന് WGS ഡേറ്റം എന്ന ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. അപ്പോൾ പ്രൊജക്ഷൻ മാത്രമല്ല, ഡേറ്റവും നമ്മൾ മാറി. ഒരു മാപ്പ് വരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ധാരാളം ഡേറ്റം ഉപയോഗിക്കാറുണ്ട്, ധാരാളം ക്രൈറ്റീരിയകൾ, പാരാമീറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആ പാരാമീറ്റർ നമ്മൾ മാറി. എവറസ്റ്റ് എന്ന പാരാമീറ്റർ നമ്മൾ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പോളികോണിക് എന്ന പ്രൊജക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. അതിൽ നിന്ന് യൂട്യൂബിലേക്ക് മാറിയപ്പോൾ എവറസ്റ്റ് എന്ന പാരാമീറ്ററിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറി? WGS 84 ഡേറ്റം എന്ന പാരാമീറ്ററിലേക്ക് നമ്മൾ മാറി. അപ്പോൾ അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണം. WGS എന്ന് വെച്ചാൽ വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം. ലോകം മുഴുവൻ, എൻ്റെ അർത്ഥം ഭൂമി മുഴുവൻ ഫോളോ ചെയ്യുന്ന, യൂസ് ചെയ്യുന്ന ഒരു പാരാമീട്രിക് സിസ്റ്റമാണ്, മാപ്പിന് വേണ്ടിയുള്ള സിസ്റ്റമാണ് ഏത്? ഈ WGS, വേൾഡ് ജിയോഡറ്റിക് സിസ്റ്റം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ്? ഇതിൽ ഏറ്റവും കൂടുതൽ വനമേഖല കാണപ്പെടുന്നത് ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം. ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ഹിൽസ് ആണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ വരില്ലേ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ എങ്ങനെ വരുന്നത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സാന്ദ്രത വളരെ കുറഞ്ഞ നിരപ്പായ കാർഷിക മേഖലയല്ലേ. ഇനി വെസ്റ്റേൺ ഗട്ട് മാത്രമായിട്ട് നമുക്ക് എടുത്താൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് അതിലും എവിടെ വരുന്നുണ്ട്? പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ഹിൽസ് വരുന്നുണ്ട്. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ ഡെക്കാൻ പീഠഭൂമി, മാൾവ പ്ലാറ്റ്യൂവും, ആരവല്ലിയും, വെസ്റ്റേൺ ഗട്ടും, ഈസ്റ്റേൺ ഗട്ടും, വിന്ധ്യയും, സത്പുരയും എല്ലാം വരുന്നതല്ലേ. അപ്പോൾ അതാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്, പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ഹിൽസിലാണ്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. ഫോൾഡ് മൗണ്ടെയ്ൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ഫോൾഡിംഗ് ഓഫ് സെഡിമെന്ററി റോക്സ്. എന്ത് ഡൗട്ട്? ശരിയാണ്, സെഡിമെന്ററി ശിലകളുടെ വലനം, ഫോൾഡിംഗ് വഴിയാണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാകുന്നത്. ദ യുറാൽസ് ആൻഡ് അപ്പലേഷ്യൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. വളരെ വളരെ കറക്റ്റ്. The Andes and Himalayas are examples of young fold mountains. Correct. So answer option A, all of the above. 1, 2 and 3. അപ്പോൾ ഫോൾഡ് മൗണ്ടെയ്ൻസിനെ രണ്ടായി തരംതിരിക്കാം. യങ് ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിമാലയാസ്. യങ് ഫോൾഡ് മൗണ്ടെയ്ൻസിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ഹിമാലയാസ് ആണ്. ആൽപ്സ്, റോക്കി, ആൻഡിസ്, അറ്റ്ലസ്, ഇതെല്ലാം യങ് ഫോൾഡ് മൗണ്ടെയ്ൻ ആണ്. ഇനി ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻ, ആരവല്ലി, അരാവല്ലി, അപ്പലേഷ്യൻസ് USA യിലാണ്. യുറാല് റഷ്യയിലാണ്. ഇതെല്ലാം ഓൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിൾസ് ആണ്. ഹിമാലയാസ്, ആൽപ്സ്, റോക്കി, ആൻഡിസ്, അറ്റ്ലസ് എല്ലാം യങ് ഫോൾഡ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിൾ ആണ്.
നെക്സ്റ്റ് വീണ്ടും നാഷണൽ വാട്ടർവേ വന്നു. നാഷണൽ വാട്ടർവേ 3 ഓഫ് ഇന്ത്യ സ്ട്രെച്ച് ബിറ്റ്വീൻ. നാഷണൽ വാട്ടർവേ 3 കണക്ട് ചെയ്യുന്നത്, ദേശീയ ജലപാത 3 കണക്ട് ചെയ്യുന്നത് കോട്ടപ്പുറം കൊല്ലം അല്ലേ? ഇതിപ്പോൾ 3-4 തവണ നമ്മൾ കണ്ടു. വീണ്ടും നോർത്തേൺ പ്ലെയിൻസ് വന്നു. അത്രയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ്സ് ഗിവൺ ബിലോ. ദ ഭാബർ ട്രാക്ട് ഈസ് പെബിൾ സ്റ്റഡഡ് സോൺ. പാറകൾ നിറഞ്ഞ പ്രദേശമാണ് ഭാബർ. ശരിയാണോ? പെബിൾ പാറകൾ നിറഞ്ഞ പ്രദേശം ശരിയാണ്. ദ ഭംഗർ റെപ്രസെന്റ് ന്യൂവർ അലൂവിയം തെറ്റി. ഭംഗർ ഓൾഡർ അലൂവിയമാണ്. ദ ഖാദർ റെപ്രസെന്റ് ഓൾഡർ അലൂവിയം തെറ്റി. അത് ന്യൂവർ അലൂവിയമാണ്. ദ ടെറായ് ഈസ് എ സോൺ ഓഫ് എക്സസീവ് ഡാംപ്നെസ്. ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ നനവ്, വെള്ളക്കെട്ട്. അതിൽ നല്ലത് വെള്ളക്കെട്ട്. വെള്ളക്കെട്ടുള്ള ചതുപ്പാണ്. വെള്ളക്കെട്ടുള്ള ചതുപ്പാണ് ടെറായി എന്ന് എത്ര പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ? 1ഉം 4ഉം റൈറ്റ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി 1 and 4 ആർ കറക്റ്റ്. 1 and 4 ആർ കറക്റ്റ്. കേട്ടോ, അടിപൊളി ചോദ്യമല്ലായിരുന്നോ? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് ഇതെല്ലാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ? കൊങ്കൺ പ്ലെയിൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്നതാണ്. കച്ച് ഗുജറാത്താണ്. ഗുജറാത്ത് ആയതുകൊണ്ട് അത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. കത്തിയവാർ ഗുജറാത്തിലാണ്, അതുകൊണ്ട് അതും വരും. ഉത്കൽ പ്ലെയിൻ തെറ്റിപ്പോയി അല്ലേ? ഉത്കൽ പ്ലെയിൻ ഒഡീഷയാണ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്കൽ പ്ലെയിൻ. അത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വരുന്നതാണ്, ഒഡീഷയിൽ വരുന്നതാണ്. ഒഡീഷയിൽ തീരപ്രദേശത്തെ പ്രാദേശികമായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ഒഡീഷയിൽ കിഴക്കൻ തീരപ്രദേശത്തെ പ്രാദേശികമായിട്ട് വിളിക്കുന്ന പേരാണ് ഉത്കൽ. വാട്ട് ജിയോളജിക്കൽ പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഹിമാലയൻ മൗണ്ടൻസ്? ഇറോഷൻ കോസ്ഡ് ബൈ ഗ്ലേഷ്യേഴ്സ്. ഹിമാലയൻ മൗണ്ടൻസിന്റെ ഫോർമേഷന് കാരണമാകുന്നത് പ്രധാനമായിട്ടും ഏത് ജിയോളജിക്കൽ പ്രോസസ് ആണ്? ഇറോഷൻ ആണോ? എവിടെ? അല്ല. സബ്ഡക്ഷൻ ഓഫ് ദ പസഫിക് പ്ലേറ്റ് തെറ്റി. അവിടെ തന്നെ നമുക്ക് തെറ്റാം, ഒരു ബന്ധവുമില്ല പസഫിക്കുമായിട്ട്. കൊളീഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് യൂറേഷ്യൻ പ്ലേറ്റ്. എന്ത് സംശയിക്കണം അല്ലെ? ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചത്. ബാക്കിയൊക്കെ നമുക്ക് മറന്നേക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ യൂണിക് ഫിനോമിനൻ നോൺ ആസ് റിവർ പൈറസി, where one river captures the flow of another river. For example, a river is flowing like this. ഇതിന്റെ പേര് എ എന്ന് കൊടുക്കുന്നു. മറ്റൊരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, അതിന്റെ പേര് ബി എന്ന് കൊടുക്കുന്നു. ഈ ബി എന്ന് പറയുന്ന റിവർ കുറെ കാലം കഴിയുമ്പോൾ ഇവിടം ഇറോഡ് ചെയ്ത് ഈ റിവറിനെ ഇങ്ങനെ പിടിച്ചങ്ങെടുക്കും. അതായത് ഇതിനിടയ്ക്കുള്ള പ്രദേശം മൊത്തം ഇറോഡ് ചെയ്യപ്പെടും. ബിക്കും എയ്ക്ക് ഇടയ്ക്കുള്ള പ്രദേശം, ഇതിന്റെ ഇന്റൻസിറ്റി ഇതിനൊരു പ്രശ്നമുണ്ട്. റിവർ പൈറസി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വീക്ക് റിവറും, എ എന്ന് പറയുന്നത് വീക്ക് റിവറും, ബി എന്ന് പറയുന്നത് സ്ട്രോങ് റിവറും ആയിരിക്കണം. അങ്ങനൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് സ്ട്രോങ് ആയതുകൊണ്ട് ഇതിനകത്ത് എന്തുകൂടി ഇറോഷൻ, അപരദനം കൂടി തീവ്രമായി വശങ്ങളെല്ലാം കാർന്നെടുത്ത് നദി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അതായത് ഈ പ്രദേശം കട്ടായിപ്പോയി, നദിയുടെ ഈ ഭാഗം കട്ടായിപ്പോയി. അതിനി ഈ ഒരു റിവറിന്റെ ഭാഗമായി മാറി. എ എന്ന് പറയുന്ന റിവർ സ്ലോലി ബി എന്ന് പറയുന്ന റിവറിന്റെ ഭാഗമായി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. കണ്ടോ? ഇതിനെയാണ് നമ്മൾ റിവർ പൈറസി എന്ന് വിളിക്കുന്നത്. ഓൾമോസ്റ്റ് ഹിമാലയൻ റിവേഴ്സ് എല്ലാം റിവർ പൈറസിക്ക് ഫേമസ് ആണ്. ബ്രഹ്മപുത്ര ഇതിനകത്ത് തന്നേക്കുന്നത് ഓപ്ഷൻ ഡി, ബ്രഹ്മപുത്ര മാത്രമേ ഹിമാലയൻ റിവർ ഉള്ളൂ. ബ്രഹ്മപുത്ര കുറച്ചും കൂടെ ശക്തമായ റിവർ പൈറസി നടത്തുന്ന റിവറാണ് കേട്ടോ. പുസ്തകത്തിൽ ബ്രഹ്മപുത്ര റിവർ പൈറസിക്ക് പേര് കേട്ടതാണ്, ഫേമസ് ആണെന്ന് എടുത്തു പറയുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ബ്രഹ്മപുത്ര. മറ്റതെല്ലാം ഉപദ്വീപ നദികളായതുകൊണ്ട് ഒന്നും നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി അഥവാ തന്നിരിക്കുന്നതിലൊന്ന് ഹിമാലയൻ റിവർ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബ്രഹ്മപുത്ര ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മപുത്ര തന്നെ ഇനി എഴുതാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ? ഇതൊരു ക്ലാസ് ആയിട്ട് ഒരു മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓൾറെഡി യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൺസൂൺ എൻട്രി ആപ്പ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ 2 ക്വസ്റ്റ്യൻസിന്റെ, അതായത് ഇതും ഇതിന് ശേഷം ഉള്ള മൺസൂണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിന്റെയും ഡിസ്കഷൻ ഞാൻ അവിടെ നടത്തുന്നുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ പറഞ്ഞു പോകാം. ദി ഇന്ത്യൻ മൺസൂൺ ഈസ് സോൺലി ഡ്രിവൺ ബൈ ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സീ വിത്ത് നോ ഇമ്പാക്ട് ഫ്രം ഗ്ലോബൽ ക്ലൈമറ്റിക് ഫിനോമിന. ആഗോള കാലാവസ്ഥ പ്രതിഭാസങ്ങളൊന്നും ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നില്ല. ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ്, കടലിലെയും കരയിലെയും ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. എൽനിനോയും ലാനിനോയും ജെറ്റ് സ്ട്രീമും ഒക്കെ ഇതിനെ ബാധിക്കുന്ന പ്രതിഭാസങ്ങളല്ലേ. ഇനി നെക്സ്റ്റ്, ദി ഷിഫ്റ്റിംഗ് ഓഫ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ along with factors like jet stream, orographic effects, ENSO events governs the seasonal strength and distribution of monsoon rainfall. ശരി അല്ലെ? ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ക്വസ്റ്റിനിൽ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു.
അത് എന്തിന് കാരണമാകുന്നുണ്ട്? മൺസൂൺ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് വെച്ചാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ സ്പീഡ് വിൻസ് ആണ്. പ്രോപ്പർ പാസിലാണ് ജെറ്റ് സ്ട്രീംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പർവ്വതങ്ങളുടെ സ്വാധീനം, ഓറോഗ്രഫിക് എഫക്ട്സ്, ഇനി എൽനിനോയും സതേൺ ഓസിലേഷനും കൂടെ ചേർന്നുണ്ടാകുന്ന പ്രതിഭാസം, അല്ല ഇതെല്ലാം നമ്മുടെ മൺസൂണിനെ, അതിന്റെ സ്ട്രെങ്തിനെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അടുത്ത ഓപ്ഷൻ സി. ദ സൗത്ത് വെസ്റ്റ് ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആർ ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് വിത്ത് നോ ഇന്റർ കണക്ഷൻ. അവിടെ തന്നെ നമുക്ക് തെറ്റി. ഇവർ തമ്മിൽ കണക്റ്റഡ് ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിന് ശേഷം കടന്നു വരുന്ന മൺസൂണാണ് നോർത്ത് ഈസ്റ്റ്. രണ്ടിന്റെയും ഫോർമേഷനും രണ്ടിന്റെയും ഡെവലപ്മെന്റിനും ഒക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട്. 4. Orographic barriers like the Western Ghats and the Himalayas only intensify monsoon rainfall without contributing to dry spells or regional disparities. തെറ്റല്ലേ പറഞ്ഞേക്കുന്നത്? ഓറോഗ്രാഫിക് ബാരിയേഴ്സ് മാത്രമാണോ, വെസ്റ്റേൺ ഘട്ട് ഹിമാലയസ് പോലെയുള്ള ഓറോഗ്രാഫിക് ബാരിയേഴ്സ് മാത്രമാണോ മൺസൂൺ റെയിൻഫോളിനെ ഇന്റൻസിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നതല്ല. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇന്ത്യസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് മൺസൂൺ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ ഹിമാലയാസ് ആക്ട് ആസ് എ ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ മീൻസ് ഫ്രം എസ്കേപ്പിംഗ് നോർത്ത് വേർഡ്, ഫോഴ്സിംഗ് them to shed moisture over the subcontinent, while the Deccan Plateau has no role in the monsoon distribution. അത് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടം വരെ ശരിയായിരുന്നു. ഈ പറഞ്ഞതിനകത്ത് ഇത് പോയി. ഡെക്കാൻ പീഠഭൂമിക്ക് ബന്ധമില്ലേ? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമല്ലേ പശ്ചിമഘട്ടം? ഡെക്കാൻ പീഠഭൂമിയുടെ ഉയരക്കൂടുതൽ, അത് അമിതമായിട്ടുള്ള ചൂടാകൽ ഒക്കെ മൺസൂണിനെ സ്വാധീനിക്കുന്നില്ലേ? ഇനി ദ വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, ഹിമാലയാസ് ആൻഡ് ദ ഡെക്കാൻ പ്ലാറ്റു ടുഗദർ ഇൻഫ്ലുവൻസ് മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസ് ത്രൂ ഓറോഗ്രാഫിക് ഇഫക്ട്സ്, വിൻഡ് റിഫ്ലക്ഷൻ, റെയിൻ ഷാഡോ ഫോർമേഷൻ, ക്രിയേറ്റിംഗ് റീജിയണൽ വേരിയേഷൻ ഇൻ മൺസൂൺ ഇന്റൻസിറ്റി. ശരിയാണ്. വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും ഹിമാലയവും ഡെക്കാൻ പീഠഭൂമിയും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ? ടുഗദർ ഇൻഫ്ലുവൻസ് മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസ്. ഇന്ത്യയിലെ മൺസൂൺ റെയിൻഫോൾ പാറ്റേൺസിന് ഇവരെല്ലാം കൂടെ ചേർന്ന് സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇന്ത്യാസ് പെനിൻസുലാർ ഷേപ്പ് ഹാസ് മിനിമൽ ഇൻഫ്ലുവൻസ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഇത് തെറ്റി അല്ലെ? ഇന്ത്യയുടെ പെനിൻസുലാർ ഷേപ്പിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. പിന്നെ ദ താർ ഡെസേർട്ട് എൻഹാൻസസ് മൺസൂൺ സ്ട്രെങ്ത് ബൈ ക്രിയേറ്റിംഗ് എ ഹൈ പ്രഷർ സിസ്റ്റം ദാറ്റ് അട്രാക്ട്സ് മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് എൻഷുറിംഗ് യൂണിഫോം. താർ ഡെസേർട്ട് ഉൾപ്പെടുന്ന ഗംഗാ സമതലം ആ ഒരു ചേർന്ന പ്രദേശം മുഴുവൻ ഈ സമയത്ത് ഹൈ പ്രഷർ അല്ല, ലോ പ്രഷർ ആണ് അല്ലെ? അതാണ് മൺസൂണിനെ സ്ട്രെങ്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇന്റൻസിഫൈ ചെയ്യുന്ന, അതിനെ ശാക്തീകരിക്കുന്ന ഘടകം ആ ലോ പ്രഷർ ആണ്. സോ ഹൈ പ്രഷർ അല്ല. അതും തെറ്റ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ പറഞ്ഞ ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ലോങ് ക്ലാസ്, ഒരു 45-50 മിനിറ്റ് നീളുന്ന ഒരു ലോങ് ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഇവിടെ ഇത് ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ പറഞ്ഞത് ITCSന്റെ സ്ഥാനമാറ്റമാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കോണം. ഇത് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. രണ്ടാമത്തെ കാര്യം ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസിന്റെ രൂപീകരണം. അതായത് ടിബറ്റൻ പീഠഭൂമി ഹീറ്റപ്പ് ആകുന്ന സാഹചര്യത്തിൽ, അത് ചൂടാകുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാകുന്നു. എങ്ങനെ ലോ പ്രഷറായി? ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നതുകൊണ്ട്. ഈ മുകളിലേക്ക് ഉയർന്ന വായു അവിടെ ഒരു ആന്റി സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആന്റി സൈക്ലോണിന്റെ ഫോർമേഷനിലേക്ക് കാരണമാകുന്നു. ഈ മുകളിലേക്ക് ഉയർന്ന വായു അവിടെ ഒരു ആന്റി സൈക്ലോൺ ഫോം ചെയ്യുന്നു. ആ ആന്റി സൈക്ലോൺ റൊട്ടേറ്റ് ചെയ്ത് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന പേരിൽ അത് എങ്ങോട്ട് വരുന്നു? നേരെ സൊമാലിയക്കടുത്ത്, ആഫ്രിക്കയുടെ കിഴക്ക് വശത്ത് സൊമാലിയക്കടുത്ത് മസ്കറിൻ ദ്വീപുകളുടെ ഭാഗത്തേക്ക് ആ വിൻഡ് വരികയും അത് അവിടെ സിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മസ്കറിൻ ഹൈ എന്നറിയപ്പെടുന്ന ഒരു ഹൈ പ്രഷർ സോൺ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഒരു ഭാഗം കഴിഞ്ഞു. ഈ മസ്കറിൻ ഹൈ എന്നറിയപ്പെടുന്ന ഈ ഹൈ പ്രഷർ റീജിയനിലെ വായു ടിബറ്റൻ പീഠഭൂമിയിൽ രൂപപ്പെട്ട ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്യുന്ന ITCS എന്നറിയപ്പെടുന്ന ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് മൺസൂൺ കാറ്റുകളെ ശക്തിപ്പെടുത്തുന്ന കാറ്റുകളായി മാറുന്നു. അപ്പം മസ്കറിൻ ഹൈയുടെ ഫോർമേഷൻ എന്തിന്റെ ശക്തീകരണത്തിന് കാരണമാകുന്നു? മൺസൂൺ കാറ്റുകളുടെ ശക്തിക്ക് അല്ലെങ്കിൽ ശാക്തീകരണത്തിന്, ഇന്റൻസിഫിക്കേഷന് കാരണമാകുന്നു. ക്ലിയർ അല്ലേ? ഫൈനലി എൽനിനോ. നോർമൽ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡ് വിൻഡുകൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള ഉഷ്ണജലത്തെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? പസഫിക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. പസഫിക് ഓഷനിലായി പ്രതിഭാസം കാണപ്പെടുന്നത് അല്ലെ? അങ്ങനെ ഇവിടെ ഒരു ഹൈ പ്രഷറും ഇവിടെ ഒരു ലോ പ്രഷറും ബിൽഡ് ചെയ്യുന്നു. ഈ വരുന്ന ചൂടുവെള്ളം, മൺസൂൺ കാറ്റുകൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കൂടുതൽ ഈർപ്പത്തെ വഹിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തും.
അങ്ങനെ കൂടുതൽ മഴ നമുക്ക് ലഭിക്കും. എന്നാൽ എൽ നിനോ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡ് വിൻഡ് ദുർബലമാകുമ്പോൾ ചൂടുവെള്ളം തിരിച്ചൊഴുകാൻ തുടങ്ങും. അങ്ങനെ ഇവിടെയെല്ലാം തണുത്ത വെള്ളം കാണപ്പെടും. തണുത്ത വെള്ളത്തിന് മുകളിലൂടെ വീശുന്ന മൺസൂൺ കാറ്റുകൾക്ക് കുറച്ച് ഈർപ്പത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ മഴ കുറയും. അതാണ് എൽ നിനോ. എൽ നിനോ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ക്രൈസ്റ്റ് ചൈൽഡ് എന്നാണ്. ചെറിയ ആൺകുട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി പ്രൊനൗൺസിയേഷൻ നീനിയോ എന്നൊക്കെയാണ്. എൽ നീനിയോ, ലാ നീനിയ. എൽ നിനോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ലാനിന വരും. ലാനിനയ്ക്ക് സമയത്ത് ഇത് തന്നെയാണ്. ട്രേഡ് വിൻഡ് കുറച്ചും കൂടെ ശക്തമാവും, കൂടുതൽ ശക്തമാവും. ട്രേഡ് വിൻഡ് കുറച്ചും കൂടെ കൂടുതൽ ശക്തമാകുമ്പോൾ കൂടുതൽ വാം വാട്ടർ എങ്ങോട്ട് വരും? ഏഷ്യയുടെ ഭാഗത്തേക്ക് വരും. വാം വാട്ടറിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന മൺസൂൺ വിൻഡ് കൂടുതൽ ഈർപ്പത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അതിശക്തമായിട്ടുള്ള മഴയുടെ സാഹചര്യം, മൺസൂണിന്റെ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവും. അതാണ് ലാനീന. ലാനീന എന്ന് വെച്ചാൽ ബാലിക, ചെറിയ പെൺകുട്ടി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. എൽ നിനോ കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ലാനിന വരുന്നു. ക്ലിയർ? എൽ നിനോയുടെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഉഷ്ണജലം, വാം വാട്ടർ എങ്ങോട്ട് ഒഴുകുന്നത്? സൗത്ത് അമേരിക്കയുടെ ഭാഗത്തേക്ക് ഒഴുകുന്നു. അറ്റക്കാമ മരുഭൂമിയിൽ, പെറുവിലും ചിലിയിലും ഒക്കെ ധാരാളം മഴ ഈ സമയത്ത് ലഭിക്കുന്നു. നോർമലി ഡെസേർട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു. ഇവിടുത്തെ മത്സ്യബന്ധനം കുറയുന്നു. ഇവരുടെ മത്സ്യബന്ധന സ്രോതസ് കുറയുന്നു. കാരണം ഉഷ്ണജലം കൂടുതൽ ചെല്ലുന്നിടത്ത് മത്സ്യബന്ധനം കുറയും. ഉഷ്ണജലം മാറ്റപ്പെടുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കും? ഈ കോൾഡ് വാട്ടർ അപ്വെല്ല് ചെയ്യും. ഇവിടെ നോക്കിക്കേ, നോർമൽ സീസണിൽ ഇവിടെ കോൾഡ് വാട്ടറിന്റെ അപ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ മത്സ്യസമ്പത്ത് ഈ ഭാഗത്തുണ്ടായിരുന്നു സൗത്ത് അമേരിക്കക്കാർക്ക്. കാരണം കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ അത് കൂടുതൽ ന്യൂട്രിയൻസുമായിട്ടാണ് മുകളിലേക്ക് വരുന്നത്. ആ ന്യൂട്രിയൻസിൽ നിന്ന് അത് ഭക്ഷിക്കാൻ ധാരാളം മത്സ്യങ്ങൾ വരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത്. നോർമൽ സമയത്തും ലാനിനയുടെ സമയത്തും ഒക്കെ ഇഷ്ടം പോലെ മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്നു. എന്നാൽ എൽ നിനോയുടെ സമയത്ത് ഇങ്ങോട്ടേക്ക് കൂടുതൽ വാം വാട്ടർ വരുന്നതുകൊണ്ട് ഇവിടെ മത്സ്യസമ്പത്ത് നന്നേ കുറയുന്നു. എന്നാൽ ഇവിടെ കിഴക്കൻ ഏഷ്യയുടെ ഭാഗത്ത്, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗത്ത് ധാരാളം മത്സ്യസമ്പത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് എൽ നിനോ. കേട്ടോ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഏറ്റവും പ്രാധാന്യമുള്ള മേഖലകൾ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട നിരവധി എക്സ്പ്ലനേഷനും ഞാൻ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ഇട്ടേക്കുക. ഞാനത് റിപ്ലൈ മെസ്സേജ് ആയിട്ട് തിരിച്ചിടാം. നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.